പ്രൈസ് ലോർഡ്. ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊക്കെ കർത്താവിൽ സന്തോഷമായിരിക്കുന്നത് വിശ്വസിക്കുന്നു. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസനാണ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം ഷെയർ ചെയ്യേണ്ടതിന് കടന്നു വന്നിരിക്കുന്നത്. കർത്താവ് തന്നെ വിടുവിച്ച വലിയൊരു വിടുതലിൻ്റെ സാക്ഷ്യമാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അത് ആദ്യോടന്തം നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടാൽ ഓരോരുത്തരെയും ജീവിതത്തിൽ അത് വലിയ അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. ആ പ്രിയ കർത്താവിൻ്റെ ദാസനെ ജോയ്സ് ടി വിയിലേക്ക് ഞങ്ങൾ വളരെയധികം സ്നേഹത്തോടും ആദരവോടും കൂടെ സ്വാഗതം ചെയ്യുന്നു. ആ പ്രിയ കർത്താവിൻ്റെ ദാസനെ ഞങ്ങൾ വളരെയധികം സ്നേഹത്തോടും ആദരവോടും കൂടെ സ്വാഗതം ചെയ്യുന്നു. ആമേൻ. ഓക്കെ വാസ്തേ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സന്തോഷമായിരിക്കുന്നു ആന്റി, സുഖമായിരിക്കുന്നു ദൈവത്തിന്റെ കൃപയാൽ. ഓക്കെ വാസ്റ്റേ, കർത്താവ് സഹായിക്കട്ടെ. ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ദേവദാസിന്റെ ജീവിതത്തിന്റെ അനുഭവം അനേകർക്ക് അനുഗ്രഹമായി തീരട്ടെ. ജീവിതാനുഭവത്തിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിലൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നപ്പാ. ഞങ്ങളുടെ മഹാസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനാൽ നന്ദി കർത്താവേ. കർത്താവ് ഞങ്ങളുടെ ദാസനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളും കർത്താവ് വിടുവിച്ച വിടുതലും ഒക്കെ സംസാരിക്കാനുള്ള കൃപ ദൈവദാസന്റെ ദൈവം കൊടുത്താട്ട്. നിങ്ങളുടെ സാന്നിധ്യത്തിലൂടെ ഞങ്ങളെ ഇരുത്തിയാട്ട്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ഓക്കെ, പ്രൈസ് ലോർഡ്. ദൈവദാസനെ കർത്താവ് സഹായിക്കട്ടെ. എവിടെ നിന്നാണ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നൊന്ന് പറഞ്ഞാട്ട്. ഞാന് തിരുവനന്തപുരം ജില്ല കാട്ടാക്കട കരിയങ്കോട് എന്നുള്ള സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഭാര്യയുണ്ട്, മകനുണ്ട്, മകളും ഉണ്ട്. ഓക്കെ കർത്താവ് സഹായിക്കട്ടെ. ഇപ്പോഴേ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലാണല്ലോ അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. ദേവദാസന്റെ ജീവിതത്തിന്റെ അനുഭവം ഷെയർ ചെയ്യാനുള്ള സമയമാണ് ഇനി ഞാൻ നൽകി തരുന്നത്. ദേവദാസന്റെ ജീവിതത്തിന്റെ അനുഭവം ചെറുതിലെ തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും കർത്താവിന്റെ ദാസന് ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു പാസ്റ്ററെ. ഓക്കെ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാന് ജനിച്ചു വളർന്നത് ഞാൻ പറഞ്ഞല്ലോ, തിരുവനന്തപുരം ജില്ല എന്നുള്ള സ്ഥലത്ത് കാട്ടാക്കടയ്ക്കടുത്ത് കരിയങ്കോട് എന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത്. ഒരു ക്രിസ്തീയ കുടുംബത്തിലാണ് ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത്. മാതാപിതാക്കളൊക്കെ വിശ്വാസത്തിലായിരുന്നു. അങ്ങനെ ഞാൻ ജനിച്ച ജന്മസ്ഥലത്തിന്റെ അടുത്ത് തന്നെയാണ് പള്ളി ഉണ്ടായിരുന്നു. അവരുടെ കുടുംബ പള്ളിയായിട്ടുള്ള എൻ്റെ അച്ഛന്റെ അമ്മയാണ് ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ആദ്യം രക്ഷിക്കപ്പെട്ട് വന്നു. വീടിനോട് ചേർന്ന് ഒരു ആലയം പണിതു. അവിടെ ഒത്തിരി പേര് ആരാധിക്കുകയും ഒത്തിരി ദേവദാസന്മാരൊക്കെ കടന്നു വരികയൊക്കെ, അങ്ങനെ അവിടെ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത്. ജനിച്ച് വളർത്തപ്പെട്ട ഞാൻ കുഞ്ഞിലെ ക്രിസ്തീയ മാർഗത്തിലെ അടുക്കും ചിട്ടോടുകൂടെ സൺഡേ സ്കൂളിലും വചനം പഠിക്കാനും ഒക്കെ പോയി അങ്ങനെ വളർന്നു വന്നു. എന്നാൽ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്, ഞാനും ജീവിച്ചു വന്നതെന്ന് പറയാനെടുത്തേലും ആ ഒരു പശ്ചാത്തലത്തിലായിരിക്കുമ്പോൾ ഞാൻ വളർന്നു വരുന്തോറും ഞാൻ അല്പമായിട്ട് അകൽച്ച, അതായത് ഈ ലോകത്തില് അകൽച്ച എന്ന് പറയുമ്പോൾ ഞാൻ പള്ളിയിൽ ആരാധനയ്ക്ക് കയറുമെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ പ്രാധാന്യം കുഞ്ഞുനാൾ മുതലേ കൊടുത്തുകൊണ്ടിരുന്നത് സാമ്പത്തികം ഉണ്ടാക്കണം എന്നുള്ള ചിന്തയിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ആയിരിക്കുമ്പോഴത്തേക്ക് ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെയാണ് ഞാൻ ഡ്രൈവിങ് പഠിച്ചത്. എൻ്റെ അപ്പോഴത്തെ ചിന്ത ഇങ്ങനെയായിരുന്നു, ഡ്രൈവിങ് പഠിച്ചു കഴിഞ്ഞാൽ എന്നൊക്കെ ഒത്തിരി വണ്ടി ഓടിക്കുന്ന ആൾക്കാരൊക്കെ സ്നേഹിതരൊക്കെ എനിക്ക് അറിയാം, ഒത്തിരി ചേട്ടന്മാരെ അങ്കിൾമാരെയൊക്കെ അറിയാമെന്നുള്ളതുകൊണ്ട് നല്ല സാമ്പത്തികം ഉണ്ട്. അപ്പോഴും ഞാൻ ഓർത്തത് ഇങ്ങനെയാണ്, ഡ്രൈവിങ് പഠിച്ച് ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ വണ്ടി ഓടിക്കാൻ ഒത്തിരി കാശ് ഉണ്ടാക്കാം എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ അതിന് വേണ്ടി ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ട് വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ച അതിന്റെ ക്രമീണങ്ങളെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് ഞങ്ങളൊക്കെ അപ്പോഴത്തേക്ക് എൻ്റെ തൊട്ട് വീട്ടിനോട് ഞങ്ങളുടെ കുടുംബ പള്ളി പോലെ തന്നെയാണ് എൻ്റെ അമ്മ 5 സെന്റ് സ്ഥലം പള്ളിക്ക് കൊടുത്തിരുന്നു. അതിന് അപ്പോഴത്തേക്ക് ഡോക്ടർ KP സാറിന്റെ ആൾക്കാർ വന്ന് നോക്കിയപ്പോഴത്തേക്ക് അവിടെ ചർച്ച് വെക്കാൻ പറ്റത്തില്ല, തൊട്ടടുത്ത് 10 സെന്റ് സ്ഥലം മേടിച്ചു, അവിടെ ചർച്ച് വെച്ചു. അങ്ങനെ അവിടെ ആരാധിച്ചു. അപ്പോഴത്തേക്ക് ഞങ്ങളുടെ ആ ലൊക്കാലിറ്റി തിരുവനന്തപുരം ജില്ലയിലെ കോർഡിനേറ്റർ ആയിരുന്ന CG സാമോൻ എന്നുള്ള ദേവദാസനാണ് കോർഡിനേറ്റർ ആയിരുന്നത്. അദ്ദേഹം അവിടെ അദ്ദേഹം എപ്പോഴും മീറ്റിംഗ് വരുമ്പോഴത്തേക്ക് ഞാൻ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്ക് ബയോ കോളേജിൽ പോകണമെന്ന് ഒട്ടും താല്പര്യമില്ലായിരുന്നു, സുവിശേഷം ചെയ്യണമെന്ന് ഒരു താല്പര്യമില്ലാത്ത ആ ഒരു രീതിയിൽ ഇങ്ങനെ നടന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ ചോദിച്ചു, മോനെ നിനക്ക് നീ നല്ല ഫുഡ് ഉണ്ടാക്കുമല്ലോ, ഞങ്ങളുടെ ബയോ കോളേജിൽ വരുന്ന പിള്ളേർക്കൊക്കെ
ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ നീ പോകാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു എനിക്ക് എത്ര രൂപ ശമ്പളം തരും? അപ്പോഴും 10,000 രൂപ ശമ്പളം തരും. എല്ലാ സമയം ഞാൻ പറഞ്ഞു പോകാമെന്ന്. എന്ന് പോകണമെന്ന് ഞാൻ ചോദിച്ചു. പിന്നെ എനിക്ക് അവിടെ പോയി പൈസ ഉണ്ടാക്കിയ 10,000 രൂപ എന്ന് പറയുമ്പോൾ വലിയൊരു തുകയായിട്ട് ഞാൻ കണ്ടു. അത് കിട്ടുമല്ലോ എന്നുള്ള ചിന്തയിൽ ഞാൻ അപ്പോഴത്തേക്ക് ആ ദേവദാസന് ഇങ്ങനെ ദൈവാത്മാവ് അദ്ദേഹത്തിന് കൂടെ ഇടപെട്ടെന്നാണ് ഞാൻ പിന്നത്തേലും മനസ്സിലാക്കി കൊടുക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, മോനെ പക്ഷെ ഒരു കാര്യം, അവിടെ വരുന്ന പാസ്റ്റർമാരോട് സുവിശേഷം പറയണമെങ്കിൽ 1 വർഷം മോൻ ബൈബിൾ കോളേജിൽ പഠിച്ചെങ്കിൽ മാത്രമേ അവിടെ ഫുഡ് കുക്കിംഗ് അതിന് കയറാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ആ ദേവദാസൻ ഇങ്ങനെ പറഞ്ഞു, ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ അവിടെ വരുന്ന ദേവദാസന്മാരോട് സുവിശേഷം പറയണം, അതിന് വേണ്ടിയിട്ട് 1 വർഷം ബൈബിൾ കോളേജിൽ പഠിക്കണം എന്നിങ്ങനെ എൻ്റെ അടുത്ത് പറയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ശരി 10,000 രൂപ, അത് കഴിഞ്ഞിട്ട് 10,000 രൂപ കിട്ടുമല്ലോ. അപ്പോഴത്തേക്ക് 1 വർഷം ബൈബിൾ കോളേജിൽ പോയ ചുമ്മാ എൻ്റെ അടുത്ത് ഇങ്ങനെ എന്നിട്ട് പറഞ്ഞു, ഞാൻ ഉഴപ്പനാണെന്നും അറിയാവുന്നുള്ളതുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, പഠിക്കുമെന്നും വേണ്ട, 1 വർഷം പക്ഷെ അറ്റൻഡ് ചെയ്യണം, ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യണം, എന്നാൽ മാത്രമേ അവിടെ അടുക്കളയിൽ പാചകത്തിനായിട്ട് കയറാൻ പറ്റും, ഒരു കുക്കായിട്ട് കയറാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്നെ കൊണ്ടാക്കിയപ്പോഴത്തേക്ക് ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയാണ് ഈ മലയൻകീഴ് എന്ന് പറയുന്നത്, തിരുവനന്തപുരം ജില്ലയിൽ മലയൻകീഴ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോഴൊരു ബൈബിൾ കോളേജ് അവരുടെ ഉണ്ടായിരുന്നു, KP സാറിന്റെ ബൈബിൾ കോളേജ് അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഇപ്പൊ ഞാൻ ഓർത്തു ഇവിടെ അടുത്ത് തന്നെയല്ലോ, അവിടെ പോകാൻ കുഴപ്പമില്ല എന്നിങ്ങനെ പറഞ്ഞ് അവിടെ പോയി. അപ്പോഴത്തേക്ക് അവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് എല്ലാ ആഴ്ചയിലും സാറ് ക്ലാസ് എടുക്കാൻ വരുമായിരുന്നു, ദേവദാസൻ ക്ലാസ് എടുക്കാൻ വരും. അപ്പോഴത്തേക്കിനെ ഓരോ ദിവസം എൻ്റെ അടുത്ത് കാര്യങ്ങൾ സംസാരിക്കും. അവിടെ ഞങ്ങള് 15 സഹോദരന്മാര് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആ ദേവദാസൻ എന്നെ കെയർ ചെയ്യുമായിരുന്നു. എൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങളും വിശേഷം എന്ന് പറഞ്ഞാൽ ഒത്തിരി പരിചയം ഉള്ളതുപോലെ ആ ഒരു അനുജൻ എന്നുള്ള രീതിയിൽ സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഓരോ ദിവസം വരുമ്പോഴും എൻ്റെ തമാശകൾ പറയുകയും കാര്യം. അപ്പൊ എൻ്റെ അടുത്ത് 2-3 മാസം കഴിഞ്ഞു ചോദിച്ചു, ഇനി എങ്ങനെ ഇവിടെ നിൽക്കുന്നുണ്ടോ, പഠിക്കുന്നുണ്ടോ, എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞില്ല, പഠിക്കാം, എന്തായാലും ഇങ്ങനെ തുടങ്ങിയതല്ലേ, പഠിക്കാം. എന്നിട്ട് വീണ്ടും ചോദിക്കും, 2-3 ആഴ്ച കഴിഞ്ഞ് വീണ്ടും എന്നോട് ചോദിച്ചു, പാചകത്തിന് ഇപ്പോൾ കയറുന്നുണ്ടോ? അതെ. അപ്പോഴും ഞാൻ ചോദിച്ചു, എവിടെയാ പാചകത്തിന്? ഇവിടെ ആളുണ്ടല്ലോ പാചകത്തിന്, ഞങ്ങൾ തന്നെയാണല്ലോ പാചകമൊക്കെ ചെയ്ത് കഴിക്കുന്നത്, വേറൊരാൾ ഇവിടെ ഇല്ലല്ലോ എന്ന്. എപ്പോഴും ഇല്ല, ഇവിടെയല്ല, അങ്ങ് തോട്ടഭാഗത്താണ് പോവേണ്ടത്, അവിടെയാണ് പാചകത്തിന്, അവിടെയാണ് ഇതിന്റെ ഓഫീസ്, മോനറിയല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴങ്ങനെ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ഇനിയിപ്പോ പോകുന്നില്ല, ഇനിയിപ്പോ ഇവിടെ ഉള്ള പാചകമൊക്കെ പഠിച്ചിട്ട് നല്ലൊരു ഗ്രേഡ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന്. ഇങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ വീണ്ടും ചോദിക്കും എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി എന്തായാലും ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കാൻ തുടങ്ങിയത് ദൈവവേല ചെയ്യണം എന്നൊരു വാഞ്ച എനിക്കുണ്ട് സാറേ എന്ന് പറഞ്ഞു. സാറേ എന്ന് ഞാൻ വിളിക്കും, പാസ്റ്ററെ എന്നും വിളിക്കും. അങ്ങനെ ആ ഒരു പക്ഷെ ഫ്രണ്ട് പോലെ ഞങ്ങൾ ആയിരിക്കുമായിരുന്നു. എന്നാൽ അങ്ങനെ പറഞ്ഞു. അവിടെ എന്തായാലും അവിടെ 2-3 ഇവിടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് ഈ മലയൻകീഴ് എന്ന് പറഞ്ഞ സ്ഥലത്ത് 2 വർഷം പഠിക്കുവാനും അത് കഴിഞ്ഞിട്ട് തിരുവല്ല പോയിട്ട് 1 വർഷം പഠിക്കുവാനും ഇടയാക്കിയത്. അവിടെ കഴിഞ്ഞിട്ട് വീണ്ടും വേറെ ബൈബിൾ കോളേജിൽ പോകാനിടയിൽ തീർന്നു. ദൈവം ഒരു അവസരം തന്നു. അങ്ങനെയൊക്കെ പോയി പഠിച്ചു. ശുശ്രൂഷയിലൊക്കെ ആകുവാൻ ദൈവം ഇടയാക്കി തീർന്നു. അങ്ങനെ ശുശ്രൂഷയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും പിന്നെ എന്റെ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞ് വീണ്ടും ഞങ്ങള് ശുശ്രൂഷ, ഞങ്ങൾ കുടുംബമായിട്ട് ശുശ്രൂഷ നിൽക്കുവാണെങ്കിൽ എന്റെ ഭാര്യയ്ക്ക് ഫസ്റ്റ് അപ്പമിന്റെ വിവാഹം കഴിഞ്ഞു. ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് കിട്ടിയത് വിവാഹത്തിനും തൊട്ട് 2 ദിവസത്തേക്ക് മുമ്പാണ്. അവള് TTC ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് അഡ്വാൻസ് മെമ്മോ വന്നു, അതായത് ജോയിൻ ചെയ്യാൻ വേണ്ടിയുള്ള മെമ്മോ വന്നു. എൻ്റെ അങ്ങനെ കല്യാണം കഴിഞ്ഞു. ഞങ്ങള് കാസർഗോഡ് പോയി ജോയിനൊക്കെ ആയി. അങ്ങനെ അവിടെ ഞാൻ ഓർത്തു ഇവിടത്തെ പോലെ അവിടെയും സുരക്ഷവേല ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ള സന്തോഷത്തോടെ ഞാനായിരുന്നു. പക്ഷെ അവിടെ പോയപ്പോഴത്തേക്ക് മനസ്സിലായി ഇവിടുത്തെ പോലെ ഒരിക്കലും നടക്കത്തില്ല. അവിടെ കൂടുതലും മുസ്ലിങ്ങളും ഹൈന്ദവരാണ്. ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവരും വളരെ ചുരുക്കമായതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ പോലെ ട്രാക്ട് മിനിസ്റ്റർ കൊടുക്കാനോ ഒന്നിനും നടക്കത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ വീണ്ടും നാട്ടിൽ പോകുന്നു. ഞാൻ നാട്ടിൽ പോകുന്ന അവിടെ ആക്കിയിട്ട് വീണ്ടും അവിടെ ഒരു ദേവദാസൻ ഇഞ്ഞു പോരാൻ പറയുന്ന പറഞ്ഞു. വീണ്ടും അവിടെ പോയി അവിടെ അങ്ങനെ ആ രീതിയിലൊക്കെ ആയിരുന്നു. അവിടെ പിന്നെ IPCയുടെ കുറച്ച് ദിവസം നോക്കുമ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും ട്രാൻസ്ഫർ മേടിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ വന്നു. തിരുവനന്തപുരം ജില്ലയിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ വീണ്ടും സുവിശേഷ വേല ചെയ്യുന്നുവെങ്കിലും ഞാൻ വീണ്ടും പ്രാധാന്യം കൊടുത്തത് സാമ്പത്തികം ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ ഞാൻ പ്രാധാന്യം കൊടുക്കുവാനായി തീർന്നു. പല ജോലികൾക്ക് പോകാനും കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ തൊഴിലുകൾ ചെയ്യുവാനായി തീർന്നു. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ കൂടി സുവിശേഷ വേലയും ചെയ്യുന്നുണ്ടായിരുന്നു. കൂടുതലും പക്ഷെ പ്രാധാന്യം കൊടുത്ത സുവിശേഷ വേലയെക്കാളും ജോലിക്ക് വേണ്ടിയിട്ട് സാമ്പത്തികം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷയോടെ ഇങ്ങനെ ഓടിക്കൊണ്ട് നടക്കുവാനായി തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് അപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പല ദേവദാസന്മാരും പറയും, എടോ നീ താൻ ഇങ്ങനെ അധ്വാനിച്ചിട്ട് എന്തോ ചെയ്യാനാ, ഈ കാശെല്ലാം എവിടെ കൊണ്ടുവയ്ക്കുന്നു, എന്ത് ചെയ്യുന്നുണ്ട്, താങ്കൾക്ക് തിന്നാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. അപ്പോഴേക്കും ഞാനത് കളി പോലെ കളഞ്ഞിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പോലെ തന്നെ അങ്ങ് പൊക്കോണ്ടിരുന്നത്. ആർക്കും വക വയ്ക്കത്തില്ലായിരുന്നു, ആർക്കും ഒരു മനുഷ്യനും കീഴ്പ്പെടത്തില്ല.
നിർത്തത്തില്ലായിരുന്നു. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ തണ്ടിനുണ്ടും പറഞ്ഞുകൊണ്ട് അവരെ വേണമെങ്കിൽ മർദ്ദിക്കാൻ നിൽക്കുമ്പോൾ അങ്ങ് നിൽക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു. എന്നാൽ അവിടെ നിന്നൊക്കെ വീണ്ടും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് 2019 ഒക്ടോബർ മാസത്ത് ഒരു ആക്സിഡന്റ് നടക്കുവാണ് തീർന്നത്. ഞാൻ അതുവരെയും പറയും, ഞാൻ 12ാമത്തെ വയസ്സിൽ ടൂ വീലർ പഠിച്ചതാണ്. അപ്പോഴത്തേക്ക് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ലൈസൻസ് കിട്ടത്തില്ല. എങ്കിലും ഞാൻ അപ്പോഴൊന്നും വലിയ അത്ര സീരിയസ് ആയിട്ട് നമ്മുടെ സർക്കാർ ഇല്ലായിരുന്നു. അതുകൊണ്ട് ബൈക്ക് ഓടിക്കുന്ന ഒരു പതിവ് എനിക്കുണ്ടായിരുന്നു. എത്ര ദൂരം വേണമെങ്കിലും എത്ര വേഗതയിൽ ഞാൻ ഓടിക്കുന്ന ഒരു പതിവ് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും പിടുത്തമില്ല, ചെക്കിങ് ഇല്ല, ഒരു ഇതും ഇല്ലാത്തതുകൊണ്ട് ഓടിക്കുമ്പോൾ. എന്നാൽ 2019 ഞാൻ അതിന് മുമ്പ് തന്നെ ഒരു 2015 കഴിഞ്ഞപ്പോഴത്തേക്ക് 2007 എന്റെ വിവാഹം കഴിഞ്ഞത്. അതുപോലെ ഇങ്ങനെ ആയിരിക്കുമ്പോഴത്തേക്ക് ഞാൻ ബൈക്കിന്റെ യാത്രയൊക്കെ നിയന്ത്രണങ്ങൾ കുറച്ചിങ്ങനെ കൊണ്ടുവന്നു. അങ്ങനെ അന്നത്തെ ദിവസം 2019 ഒക്ടോബർ മാസം 11 ഈ ആക്സിഡന്റ് നടക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ വളരെ സ്ലോവിലായിരുന്നു നടന്നത്. ഞാൻ വെളയെ പോയിട്ട് ഞാൻ സാധാരണ എന്ന് പറഞ്ഞാൽ ഞാൻ എത്ര തിരക്കാണെങ്കിൽ പോലും അവിടെ ബൈക്ക് നിർത്തി വെക്കത്തില്ല. അതിന്റെ ഇടയിൽ കൂടി തുറന്നുകൊണ്ട് എന്നെ പലരും വിളിക്കുന്നത് തുറപ്പൻ എന്നാണ് വിളിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടുമെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് ഓവർടേക്ക് ചെയ്തങ്ങ് പോകും. ഒരിടം നിർത്തി വെക്കത്തില്ലായിരുന്നു. എന്നാൽ അന്നത്തെ ദിവസം ഞാൻ മനസ്സിലാക്കുന്നത് ദൈവത്തിന്റെ ഒരു പദ്ധതിയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ആർക്കും കീഴ്പ്പെടാത്ത ഞാൻ ഒരു മനുഷ്യനെയും കീഴ്പ്പെടത്തില്ല. ഒരു വ്യക്തികളെയും എത്ര തന്നെ വലിയ വ്യക്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആർക്കും അനുസരിക്കത്തില്ല, ആരും വകവയ്ക്കത്തില്ല. കാര്യം കുഞ്ഞുനാള് മുതലേ എനിക്ക് അഭ്യാസം പഠിക്കാൻ ഒരു അവസരം തന്നു. അതുകൊണ്ട് വാശിയും അതിന്റെ വൈരാഗ്യവും അതിന്റെ അഹങ്കാരവും എല്ലാം ഉങ്കും എനിക്കുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു, ഞാൻ നന്നായിട്ട് ബൈക്ക് ഓടിക്കുന്ന വ്യക്തിയാണ്. ബസ് ഇടിക്കാൻ വന്നിരുന്നാലും എന്ത് അപകടം വന്നാൽ ഞാൻ ബൈക്ക് അങ്ങ് ഇട്ടിട്ട് ഞാൻ അങ്ങ് ചാടും. നന്നായിട്ട് ഓടിക്കും. എനിക്ക് നല്ല ബുദ്ധിയുണ്ട്, നല്ല കഴിവുണ്ട്, തൻ്റെ ഇടമുണ്ട് എന്നുള്ളൊരു വാശിയോടെ ഞങ്ങൾ നിൽക്കുന്നത്. പക്ഷെ അന്നത്തെ ദിവസം ആയപ്പോഴത്തേക്ക് ബസ് നിർത്തിയിരുന്നു. ബസ്സിന്റെ എതിരെ ഒരു കച്ചി വണ്ടി, ഞങ്ങളിവിടെ വൈക്കോല് വണ്ടി എന്ന് പറയും, ചില സ്ഥലത്ത് കച്ചി വണ്ടി എന്ന് പറയും. ആ വണ്ടി ഇങ്ങനെ അവിടുന്ന് കണ്ടുകൊണ്ട് ഞാൻ ഓർത്ത് ഇനിയിപ്പോ റിസ്ക് എടുത്ത് പോകണ്ട, എന്തായാലും വീട്ടിൽ തന്നെയല്ല പോകുന്നത്, എന്റെ വിളയിൽ പോയിട്ടാണല്ലോ ഞാൻ പോകുന്നത് എന്ന് പറയെടുത്ത്. അതുകൊണ്ട് ഞാൻ ബസ്സിന്റെ ഇച്ചിരി ഗ്യാപ്പിൽ ബൈക്ക് അങ്ങ് നിർത്തി. ബൈക്ക് അങ്ങ് ഓഫ് പോയി. അപ്പൊ ഞാൻ കണ്ടക്ടർ ബാക്കിലോട്ട് നോക്കിക്കൊണ്ട് ബെല്ലടിച്ചപ്പോ ഞാൻ ഓർത്ത് ഫ്രണ്ടിലോട്ടായിരിക്കും, ഒന്നും ചെയ്തില്ല. ഞാൻ ബൈക്കിൽ തന്നെ ഇരുന്നു. ബസ് ബാക്കിലോട്ടാണെന്ന് മനസ്സിലാക്കി ഞാനും കിടന്ന് വിളിച്ചു. രണ്ടുന്നു ആട്ടോക്കാരൊക്കെ കൂടെ ഉണ്ടെന്ന് അവരും കിടന്നു ഒത്തിരി വഴക്കുകളെയും ചീത്ത വിളിക്കുകയൊക്കെ ചെയ്തു. എങ്കിലും പറഞ്ഞ സമയം കൊണ്ട് ബസ് എടുത്തു, എന്റെ ബൈക്കിൽ വന്ന് ഇടിച്ചു. ഞാനും ബൈക്കും കൂടെ മറിഞ്ഞ് വീണ് ഒരല്പം ബാക്കിലോട്ട് നീങ്ങുവായിട്ട് വന്നു. എന്ന് ഞാൻ രണ്ട് കൈ കൊണ്ട് ടയറിൽ കെട്ടിപ്പിടിച്ച് അമ്മ അമ്മ എന്ന് പറഞ്ഞ് രണ്ട് വിളിച്ച് മാത്രം എനിക്ക്, പിന്നെ എനിക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു. എന്നാൽ ഈ മാറനല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചാണ് ഈ ആക്സിഡന്റ് നടന്നത്. അവിടെ അതിന്റെ തൊട്ടടുത്ത് തന്നെ പോലീസ് സ്റ്റേഷൻ ഉണ്ട്. നിമിഷങ്ങളോളം പിന്നത്തേലും അറിയെടുത്തുന്ന പോലീസൊക്കെ വന്ന് അവിടെ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ മരിച്ചു എന്നാണ് അവർ പറയുന്നത്. ഞാൻ തന്നെ ഉടുത്തിരുന്ന ആ കൈലി ഊരി അവര് എന്നെ മാറ്റി കിടത്തിയിട്ട് മൂടി അവിടെ പുതച്ച് അവിടെ കിടത്തിയേക്ക് എടുത്തു തന്നു. എന്നാൽ ഏകദേശം 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവിടെ തൂങ്ങാമ്പാറയ്ക്ക് അടുത്ത് മാവോൾ എന്നുള്ള സ്ഥലത്തുള്ള ഒരു സ്നേഹിതൻ പിന്നത്തിൽ ആശുപത്രി കിടന്നപ്പോഴത്തേക്കാണ് എനിക്ക് ഇത് അറിയാൻ പറ്റിയത്. അദ്ദേഹത്തിനോട് ആരോ പറഞ്ഞു 3/4 മണിക്കൂർ അവിടെ ഒരു ബോഡി കിടക്കുന്നത് ആരും എടുത്തില്ല എന്ന് പറയുന്നു. അത് പിന്നത്തിൽ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് അദ്ദേഹം ഒരു ദേവദാസന്റെ മകനുമാണ്, സുവിശേഷവേലയ്ക്ക് നല്ല സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയുമാണ് എന്ന് മനസ്സിലാടുന്നു. പക്ഷെ പിന്നീട് അദ്ദേഹത്തെ നേരിൽ കാണാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. എന്നാൽ അദ്ദേഹം ഇങ്ങനെ ആരെടുത്തും ചോദിക്കാൻ നിന്നില്ല. അദ്ദേഹം നോക്കിയപ്പോഴത്തെ എന്റെ വിരൽ ചെറുതായിട്ട് അനങ്ങുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നി. എന്റെ മൂക്കിലെ തുണി മാറ്റിയിട്ട് അദ്ദേഹത്തിന്റെ ചെവി വെച്ച് നോക്കിയപ്പോഴത്തേക്ക് ചെറിയ ചലനം ഉള്ളതുപോലെ അദ്ദേഹത്തിന് തോന്നി എന്നാ പറഞ്ഞ് കേൾപ്പെടുത്തുന്നത്. എന്നാൽ അദ്ദേഹം തൊട്ടടുത്ത് തന്നെ കണ്ടള എന്ന് പറയുന്ന സ്ഥലത്ത് ആശുപത്രി ഉണ്ട്. അവിടെ കൊണ്ടുപോകാൻ വേണ്ടി ആട്ടം വിളിച്ചു. അദ്ദേഹത്തിന്റെ മടിയിൽ കിടത്തി അവിടെ കൊണ്ടുപോയപ്പോഴത്തേക്ക് അവര് പറഞ്ഞു പോലും, ഡോക്ടർ പറഞ്ഞു പോലും എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കണം, എങ്കിൽ മാത്രമേ രക്ഷപ്പെടാൻ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ അദ്ദേഹം നേരെ കൊണ്ടുവന്നതിന് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു. ആ സമയത്തൊക്കെയാണ് വീട്ടിലേക്ക് അറിയിക്കെടുത്തെന്ന് പോലീസ് വിളിച്ച് വീട്ടിലേക്ക് അറിയിക്കുന്നത്. പക്ഷെ എങ്കിലും ആക്സിഡന്റ് പറ്റി അവരെ ആശുപത്രി കൊണ്ടാക്കി. അവിടുന്ന് നല്ല ട്രീറ്റ്മെന്റുകൾ ഡോക്ടർമാരെ ഒരിക്കലും തെറ്റ് പറയുന്നില്ല. അവരെ മാക്സിമം അവരുടെ പഠനത്തിനനുസരിച്ച് മാക്സിമം നല്ല ട്രീറ്റ്മെന്റ് ആദ്യത്തെ 3 ദിവസം നിന്നിട്ട് 3ന്റെ അന്ന് അവര് പറഞ്ഞു, ഇനി ഞങ്ങൾക്ക് ഇവന് ചെയ്യാൻ ഒരൊറ്റ ട്രീറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. ഈ ലോകത്തിൽ ഞങ്ങൾ പഠിച്ചതനുസരിച്ച് 10 ഡോക്ടർമാരും സൂപ്രണ്ടും കൂടെ പറഞ്ഞത് ഞങ്ങൾക്ക് ഒറ്റ ട്രീറ്റ്മെന്റ് മാത്രമേ ചെയ്യാനുള്ളൂ. എന്റെ തൊണ്ടയും തുറന്ന് എന്റെ കക്ഷവും തുറന്ന്, കാര്യം അവർ പറഞ്ഞ് നെഞ്ചിലൊക്കെ ബ്ലഡ് ക്ലോട്ടായി കിടക്കുന്നത് അതൊക്കെ എടുത്ത് കളയണമെങ്കിൽ കഷം തുറക്കണം, തൊണ്ട തുറന്ന് ഓക്സിജനൊക്കെ ഇറക്കിയെങ്കിലും
ഞാൻ മൊത്തത്തിൽ അവർ 13 ദിവസം ഈ ട്രീറ്റ്മെന്റ്, അവസാനത്തെ ട്രീറ്റ്മെന്റും ചെയ്തു. അവർ പറഞ്ഞു അച്ഛൻ്റെ എഴുതി ഒപ്പ് മേടിച്ചെന്നാ പറയുന്നത്. മരിച്ചാലും കുഴപ്പമില്ല, ജീവിച്ചാലും കുഴപ്പമില്ല എന്നുള്ളത് എഴുതി ഒപ്പ് മേടിച്ചു. എന്നാൽ ഇത് മൂന്നിന്റെ അന്ന് ഈ തൊണ്ടയൊക്കെ തുറന്ന് ഈ സംവിധാനം വാട്സിനും ഈ നെഞ്ചി കെട്ടി കിടന്ന ബ്ലഡൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഹോളൊക്കെ ഇട്ട് അവർ അതിന്റെ സംവിധാനങ്ങൾ ചെയ്തെങ്കിലും മൊത്തത്തിൽ 13ന്റെ അന്ന് ആയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഇനി ഇവന് വേണ്ടി ചെയ്യാൻ ഒരു ട്രീറ്റ്മെന്റും ഇല്ല, നിങ്ങൾ ഡിസ്ചാർജ് ചെയ്തു, കൊണ്ടുപോയി അറിയിക്കേണ്ട എല്ലാം അറിയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവര് എന്നിട്ട് മോർച്ചറിയിലോട്ട് കയറ്റുന്ന അതേ സ്ഥലത്തേക്ക് ഒരു സംവിധാനങ്ങളും ഇല്ലാത്തടത്ത് കൊണ്ട് കിടത്തി എന്ന് പറയുന്നത്. പിന്നെ അങ്ങനെ ഒരു വ്യക്തി അവിടെ കിടത്തിയിരുന്നിട്ട് ഒരു കാര്യവുമില്ല. എന്നാൽ കിടത്തിയിരുന്ന കാര്യം വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഒരു ഉപയോഗമില്ല. എന്റെ അച്ഛൻ പറഞ്ഞ പോലെ അച്ഛനോട് പറഞ്ഞു. എത്ര ദിവസം കിടത്തി? അങ്ങനെ എത്ര ദിവസം അവിടെ കിടത്തി മോർച്ചറിയുടെ സൈഡില്? 3 ദിവസം കൊണ്ടാണ്. 3 ദിവസം. സിസ്റ്ററിനെ അറിയാമോ? സിസ്റ്ററെ കൂടെ വിളിച്ച് അടുത്തിരുത്തിയാട്ട് പാസ്റ്ററും അവിടെ ഇരി, സിസ്റ്ററും അവിടെ ഇരി, ഒരു കസേര എടുത്തിട്ട്. എത്ര ദിവസം ഓർമ്മയില്ല. ഡിസ്ചാർജ് ചെയ്തിട്ട് എത്ര ദിവസം അവിടെ? അതാണ് ഞെടുത്തിങ്ങിരി. സിസ്റ്റർ മുഖം കൂടെ കാണട്ടെ. രണ്ടുപേരൂടെ ഇരുന്നു. ഇച്ചിരൂടെ നീങ്ങി അടുത്തോട്ടിരി, പാസ്റ്റർ അടുത്തോട്ട് ഇച്ചിരൂടെ ഇരുന്നു. ഓക്കെ. സിസ്റ്ററെ, പാസ്റ്ററിന് വയ്യാതെ കിടക്കുന്ന സമയത്തെ കാര്യങ്ങളാണല്ലോ പറയുന്നേ. അപ്പം സിസ്റ്ററും കൂടെ ഇടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് പറയണം കേട്ടോ. ഓക്കെ. ഞാനിപ്പം ചോദിക്കാം, എത്ര ദിവസം കിടന്നു പാസ്റ്ററെ? എത്ര ദിവസം കിടന്നു? സിസ്റ്ററിന് അറിയാമല്ലോ, ഇല്ലയോ? 35 ദിവസം മെഡിക്കൽ കോളേജിലായിരുന്നു. അതില് ഡിസ്ചാർജ് അവിടെ ഫസ്റ്റ് ഡിസ്ചാർജ് നമ്മളെ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ നിന്ന് 13ന്റെ അന്ന് ഡിസ്ചാർജ് ചെയ്തു. കാരണം പിന്നെ അറിയിക്കുക അങ്ങനെ പറഞ്ഞിട്ട് ഇനി രക്ഷയില്ല അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്തു. അച്ഛൻ പിന്നെ എല്ലാരെയും വിളിച്ച് ബന്ധപ്പെട്ട് വീണ്ടും റീ അഡ്മിഷൻ ചെയ്തു. അതിനു മുമ്പേ വീട്ടിൽ നിന്ന് ദൈവ ആലോചന ഉണ്ടായിരുന്നു. 91 സങ്കീർത്തനം എല്ലാ ദിവസവും വായിക്കണേന്ന്. കാരണം ഇത് ഒരു ശനിയാഴ്ച വൈകുന്നേരം ഡിസ്ചാർജ് ചെയ്യണേ. അപ്പൊ ഞായറാഴ്ച രാവിലെ ഞാൻ എന്തുകൊണ്ട് ഇതുവരെ ദൈവം വിടുവിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് സങ്കീർത്തനം വായിക്കാൻ മാത്രം, കാരണം ആരാധനയ്ക്കൊന്നും പോകാൻ കഴിയുന്നില്ല. അങ്ങനെ ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് ദൈവമേ എന്തുകൊണ്ട് ഇത്രയായിട്ട് വിടുതൽ, കാരണം കാല് മാത്രം ശകലാനക്കും, വേറെ ഒരു ചലനവും ഇല്ല. അങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ട് ദൈവം എന്തുകൊണ്ട് വിടുവിക്കും. പക്ഷേ ഇനിയും കാണേണ്ട വ്യക്തികളുണ്ട്. അവർ വന്ന് കണ്ടതിന് ശേഷം മാത്രമേ ഞാൻ വിടുവിക്കുമെന്ന് ദൈവത്തിന്റെ വചനം ആലോചന ഉണ്ട്. അതിനുമുമ്പേ ഈ ആക്സിഡന്റ് ഒരു വ്യാഴാഴ്ച ദിവസം സംഭവിക്കുന്നു. അങ്ങനെ രക്തബന്ധങ്ങളെല്ലാം ഒന്നിച്ചു ചേരണമെന്ന് ദൈവിക ആലോചന പ്രകാരം എല്ലാവരും ഞങ്ങളുടെ വീട് ശനിയാഴ്ച ഒരു മരണ വീടിന് തുല്യമായിട്ട് എല്ലാവരും വന്നുകൂടി. അങ്ങനെ ഞായറാഴ്ച രാവിലെ ആക്സിഡന്റ് സംഭവിച്ച ഞായറാഴ്ച വീട്ടിലെല്ലാവരും ഉണ്ട്. അച്ഛൻ മാത്രമാണ് മെഡിക്കൽ കോളേജ്, കാരണം എന്നെ ഒന്നും അങ്ങോട്ട് അടുപ്പിക്കുന്നില്ലായിരുന്നു. കാരണം അവസ്ഥ അങ്ങനെയാണ്, 48 മണിക്കൂറാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ വീട്ടിൽ ഇരുന്നുകൊണ്ട് എല്ലാവരും ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. അന്നും ദൈവത്തിന്റെ ശക്തമായൊരു, ആ സമയത്ത് വെന്റിലേറ്ററിലായിരുന്നു ചേട്ടൻ. പക്ഷെ ഞങ്ങൾ കാരണം അച്ഛന് തലേദിവസമേ പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടു. അതിനും തലേദിവസം പറഞ്ഞ് 90% മസ്തിഷ്ക മരണം സംഭവിച്ചു കഴിഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാം ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്ന സമയമായിരുന്നു. ആ സമയത്ത് ദൈവികാലത്ത് എന്നിൽ കൂടെ തന്നെ പറഞ്ഞ് അനേക പട്ടണങ്ങളിൽ ഗ്രാമങ്ങളിൽ പോയി സുവിശേഷം അറിയിക്കും. അങ്ങനെ ഒരു ദൈവത്തിന്റെ ഒരു ആലോചന ഉണ്ടായിരുന്നു. അങ്ങനെ അപ്രകാരം ഞങ്ങൾ ശക്തമായി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം അച്ഛൻ പെട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞ ശേഷം അച്ഛൻ വിളിച്ചു പറഞ്ഞു, ഒരു പ്രതീക്ഷയ്ക്ക് ഒരു ശകലം വകയുണ്ട്, ചെറിയൊരു അനക്കം വെച്ചു, വെന്റിലേറ്ററിൽ നിന്ന് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞു. വീണ്ടും അങ്ങനെ പറ്റും. കാരണം അതിനു മുമ്പേ ഈ ആക്സിഡന്റ് സംഭവിച്ച് ഞാൻ ചേട്ടനെ കാണാൻ പോവുകയായിരുന്നു. പോയതിനു ശേഷം ഞാൻ അവിടെ നിന്ന്, കാരണം ചേട്ടനൊന്നും എനിക്ക് കാണാൻ കഴിയുന്നില്ല, മോർച്ചറിയെ തൊട്ടടുത്ത് യൂണിറ്റിലായിരുന്നു കിടത്തിയിരുന്നത്. പക്ഷെ എക്സ്റേ എടുക്കാൻ കൊണ്ടുപോയപ്പോ ഒന്ന് ശകലം കണ്ടു. പിന്നെ അന്ന് വൈകുന്നേരം രാത്രിയപ്പോ, കാരണം അവസ്ഥ അങ്ങനെ ആയതുകൊണ്ട് എന്നെ അവിടെ ആരും നിൽക്കാൻ സമ്മതിക്കാതെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ കരുതിയിട്ട് രാത്രി 10 മണിക്ക് എന്നെ വീട്ടിലാക്കി. കാരണം അവസ്ഥ അങ്ങനെയാണല്ലോ, എന്താണ് ഏത് സമയം സംഭവിക്കുമെന്ന്. അങ്ങനെ ഞാൻ വീട്ടിലായിരുന്നു. പക്ഷെ ഞാൻ വീട്ടിൽ നിന്ന് വന്നിട്ട് ഒരു തീരുമാനം എടുത്തു, ഞാൻ ചേട്ടനെ പോയി ചേട്ടാന്ന് വിളിക്കാൻ, ഞാൻ ഭക്ഷണം കഴിക്കുകയോ പാനം ചെയ്യുകയില്ല എന്ന് ദൈവത്തിന് തീരുമാനിച്ചു. അന്നോട്ട് ഞാൻ ഉപവാസത്തിലായിരുന്നു. രാത്രി ഞാൻ എപ്പോഴും റൂമിൽ കയറും, ദൈവത്തോട് പ്രാർത്ഥിക്കും. ആ റൂമിലായിരിക്കുമ്പോൾ ദൈവാത്മ ശക്തമായിട്ട് എന്നോട് സംസാരിക്കാൻ ഇടയായി.
ഇടയായിത്തീർന്നു. ഇത് വൈദ്യശാസ്ത്രം പരാജയപ്പെടുമ്പോൾ ദൈവശാസ്ത്രം വിജയിക്കുന്നു. പക്ഷെ ആ സമയത്ത് ഞാൻ ശക്തമായിട്ട്, കാരണം അന്യഭാഷയിൽ ആരാധിച്ച് പുറത്തിറങ്ങുമ്പോൾ ഞാൻ തന്നെയാണ് വീട്ടിൽ കഞ്ഞി വെച്ച് കൊടുക്കുന്നത്. പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കണമല്ലോ, വീട്ടിലും ഇങ്ങനെ മറന്ന വിടുമല്ലോ എല്ലാവരും, കാരണം നാട്ടുകാർക്ക് മൊത്തം അറിയാം തീർന്ന കേസാണെന്ന്. നമുക്കിത്ര അറിയില്ലെങ്കിലും എന്റെ ഉള്ളിൽ ഭയങ്കര ഒരു വിശ്വാസം പ്രത്യാശ അന്നും ഉണ്ടായിരുന്നു. ഞാൻ ദൈവത്തോട് എപ്പോഴും ഉള്ളുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടേ തിരിഞ്ഞു. ആ സമയത്ത് ദൈവം ശക്തമായിട്ട് ഇടപെട്ട് തലയിലെല്ലാം ദൈവത്തിന്റെ ക്രിയ നടക്കുന്നതും ഹാർട്ടില്ല നെഞ്ചിലെല്ലാം, കാരണം നെഞ്ചെല്ലാം ഇടിച്ച് കലങ്ങിയെന്നാണ് ആ സമയത്ത് പറഞ്ഞത്. ആ സമയത്തെല്ലാം ശക്തമായ ദൈവത്തിന്റെ ഒരു കരസ്പർശനം അനുഭവപ്പെടുന്ന എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ അവിടെ പോയെങ്കിലും എന്റെ ഉള്ളിൽ ദൈവം കറക്റ്റായിട്ട് ജീവനോടെ വരും എന്നൊരു പ്രതീക്ഷ തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ, കാരണം അച്ഛൻ ഇവള് കഴിക്കാതെ കിടക്കുന്ന എത്രയായാലും ഒരച്ഛനല്ലേ, അപ്പൊ പറഞ്ഞു ലതികാനെ ഒന്ന് അങ്ങ് മെഡിക്കൽ കോളേജിൽ വരാൻ പറയും, അവരൊന്ന് വന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പക്ഷെ അന്നോട്ട് ഞാൻ പിന്നെ പോയി കഴിഞ്ഞ് ഇങ്ങോട്ട് വരെയൊന്നുമില്ല. മോർച്ചറിയിലെ തൊട്ടിപ്പുറത്തെ റൂം, കാരണം വെന്റിലേറ്ററിന്റെ അതെല്ലാം സംവിധാനമുള്ള ആ റൂമിൽ തന്നെ ആയിരുന്നു. കാരണം അവിടെ ഇരിക്കുമ്പോൾ ഓരോരുത്തരെ ഇങ്ങനെ മരിച്ചു കൊണ്ടുപോകുന്ന ഒരവസ്ഥ. കാരണം എനിക്ക് പണ്ടൊക്കെ പേടിയായിരുന്നു ഇങ്ങനെ ഇത് കാണുക, ആംബുലൻസ് കാണുക, ഇതൊക്കെ ഒരു ഭയമുള്ള ഒരു ജീവൻ. പക്ഷെ അവിടെ പോരുന്ന എന്തെന്നില്ലാത്ത ഒരു ധൈര്യം, അടുത്തിരിക്കണവരെല്ലാം ഉറപ്പിക്കാൻ, ആ ദൈവം ജീവിപ്പിക്കും, ഇല്ല ഞാൻ എൻ്റെ ചേട്ടനോട് ജീവനോടെ കൊണ്ടുപോകുന്നു. അനേകരോട് ഞാൻ പറയും, വിശ്വാസത്തിന്റെ വാക്കുകൾ മാത്രം അലക്കാൻ പോകുമ്പോഴും അവരോട് എന്നോട് പറയണം. പക്ഷെ എന്റെ മുഖത്ത് മാത്രം ഒരു പ്രത്യാശയുടെ അനുഭവം അവർക്ക് കാണാം. അവര് പറയും ഇവക്ക് മാത്രം എന്ത് ഭയങ്കര ഒരു ഇതാണല്ലോ എന്ന് പറഞ്ഞിട്ട്, കാരണം നമ്മൾ വലിയ പ്രായം നാട്ടിൽ, പക്ഷെ ഇങ്ങനെ അവരോട് ഇങ്ങനെ സംസാരിച്ചോണ്ട് ഞാൻ ഇങ്ങനെ നടന്ന് ഒരു ഉള്ളിൽ ഒരു ഭയങ്കര ഒരു പ്രത്യാശയും അങ്ങനെ ആയിരുന്നു. പക്ഷെ ഭവനത്തിലായിരിക്കുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ നീറ്റിലാണെങ്കിൽ പുറത്തൊരു ചിരിച്ച് സന്തോഷത്തോടെ മാത്രമേ പോകൂ. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ എന്റെ ദൈവത്തോട് ഞാൻ കൃത്യമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ആയിരുന്നു. പക്ഷെ ആ ദൈവത്തിന്റെ ഒരു സാന്നിധ്യം എനിക്ക് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആശുപത്രിയിലായിരുന്നപ്പോഴും അവിടെ നിന്ന്, കാരണം ഞാൻ സ്കൂളിലെ ഒരു ടീച്ചറാണ്, ഞാൻ ഒരു സ്കൂളിൽ നിന്ന് ട്രാൻസ്ഫർ ആയി വന്ന് 5ന്റെ അന്നാണ് ആക്സിഡന്റ് സംഭവിക്കുന്നത്. അപ്പൊ അവിടെ നിന്നുള്ള സർവീസ് ബുക്ക് ഒന്നും ഇവിടെ കൊണ്ട് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പൊ എനിക്ക് അവിടുത്തെ ലീവിൻ്റെ, കാരണം പിന്നെ മെഡിക്കൽ കോളേജിൽ ആ ബുക്കൊക്കെ കൊണ്ടുവന്ന് തന്നു, സർവീസ് ബുക്ക്. പക്ഷെ തിരിച്ച് എനിക്ക് സ്കൂളിൽ കൊണ്ടു കൊടുക്കണം. ഞാനാണ് അവിടെ നിന്ന് ഞാൻ പറഞ്ഞതല്ലോ 13ന്റെ അന്ന് ഡിസ്ചാർജ് എഴുതി ഇപ്പുറത്ത് റൂമിലാക്കിയ സമയത്ത് ഞാൻ വീട്ടിലേക്ക് വരുമായിരുന്നു. മെഡിക്കൽ കോളേജ് മുതൽ എൻ്റെ വീട് വരെ ഒരൊറ്റ പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ലാസറിനെ ഉയർപ്പിച്ച ദൈവമേ എൻ്റെ ചേട്ടനെ ഉയർപ്പിക്കണമെന്ന്. കാരണം നമുക്ക് പലതും പറയുവാൻ കഴിയുമായിരിക്കും, പക്ഷെ ജീവിതത്തിന്റെ അനുഭവത്തിൽ ആ ഒരു വചനം നമ്മൾ പറഞ്ഞു വിടും. അത് ജീവിതത്തിന്റെ അനുഭവത്തിൽ വരുമ്പോൾ മാത്രമേ അതിന്റെ വേദന എന്തെന്നും ആ വചനത്തിന്റെ വിടുതൽ എന്തെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. കാരണം ഞാൻ കൃത്യമായിട്ട് ആ മെഡിക്കൽ ഒരൊറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ച് കാട്ടാക്കടന്ന് എൻ്റെ വീട് വരെ നടന്നു വന്ന്, ഞാൻ വീട്ടിൽ വന്നിട്ട് ഒരു ഗ്ലാസ്, ഇത്ര ദൂരെ വന്നിട്ട് പോലും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക പോലും ചെയ്യാതെ, കാരണം എനിക്ക് പക്ഷെ എന്തെന്നില്ലാത്ത ഒരിതാണ്. എന്നിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് പെട്ടെന്ന് വീണ്ടും സ്കൂളിൽ പോയിട്ട് മെഡിക്കൽ കോളേജിലേക്ക് പോവുകയായിരുന്നു. ആ സമയത്തും ദൈവം വാസ്തവമായിട്ട് ആ വിടുതൽ, കാരണം ഞാൻ വീട്ടിൽ എത്തിയ ശേഷം അച്ഛൻ വിളിച്ചു പറഞ്ഞു ആ റൂമിൽ നിന്ന് വേറെ റൂമിലേക്ക് മാറ്റിയത്. അപ്പോഴേ ഒരു എന്തെന്നില്ലാത്ത ഒരു ഭയം ഉള്ളിലുണ്ടായിരുന്നെങ്കിലും, പക്ഷെ ആ റൂം എന്ന് പറയുന്നത് വെന്റിലേറ്റൻസ് ഓക്സിജന്റെ സപ്പോർട്ടോട് കൂടി ഉള്ള ഒരു റൂമായിരുന്നു. കാരണം എല്ലാവരും വിളിച്ചു പറഞ്ഞിട്ട്, കാരണം അതൊരു തിങ്കളാഴ്ച ദിവസമാണ്, എൻ്റെ വലിയമ്മേരെ മോനെ പിടിച്ച് അവിടെ മെഡിക്കൽ കോളേജിലാക്കിയിട്ടാണ് ഞാൻ വരുന്നത്. അപ്പൊ ചേട്ടനാണെങ്കിൽ ഇങ്ങനെ കിടക്കുന്ന അവസ്ഥയാണ്, ഏത് സമയത്ത് എന്തും എന്ന് ഉള്ള ഒരു അങ്ങനത്തെ അവസ്ഥയായിരുന്നു. പക്ഷേ ഇത് കേട്ടപ്പോ എനിക്ക് എന്തെന്നില്ലാത്ത ഒരു ഭീതി ഉള്ളിലുണ്ടെങ്കിലും ഞാൻ അന്ന് വിശ്വാസത്തോടുകൂടെ വീണ്ടും കടന്നു പോകാൻ ഇടയായിത്തീർന്നു. ആ റൂമിനകത്ത് 10 ദിവസത്തിൽ കൂടുതൽ കിടന്നു. അതിനുശേഷം പതുക്കെ കണ്ണു തുറക്കാൻ ഇടയായി. ഇടയ്ക്കൊരിക്കൽ കണ്ണു തുറന്നെങ്കിലും പിന്നെ പ്രതീക്ഷയ്ക്ക് ഒരു വകയില്ല, ഒരനക്കവുമില്ലാത്ത അവസ്ഥയായിരുന്നു. ആ സമയത്ത് ചേച്ചി ഹസ്ബൻഡ് അവരെല്ലാം 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയായിരുന്നു. ആ ഉപവാസം കഴിഞ്ഞ് ഒരു ഞായറാഴ്ച ആ ഹോസ്പിറ്റലിലേക്ക് കടന്നു വരുമ്പോൾ വേറെ ദൈവദാസനും കൂടെ കടന്നു വന്ന് അകത്ത് പോയിട്ട് ശക്തമായി പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഒരനക്കവുമില്ല. ചേച്ചി എന്താവും എന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ പുറത്തിറങ്ങി. പക്ഷേ ആ ദൈവദാസനും ചേച്ചി അളിയനും കൂടെ ഒന്നിച്ചു നിന്ന് അടുത്ത് നിന്ന് പ്രാർത്ഥിപ്പാനിടയായിത്തീർന്നു. അന്ന് ചെറുതായിട്ട് കണ്ണ് തുറന്നു. അതിന് ശേഷം ആ കണ്ണ് അടഞ്ഞിട്ടില്ല. ദൈവകൃപയാൽ ഇതുവരെയും ദൈവം ജീവനുള്ളവരുടെ ദേശത്താക്കി തീർത്തു. വീണ്ടും അവിടെ നിന്ന്, കാരണം അറിയാലോ ഈ മസ്തിഷ്ക മരണം സംഭവിച്ചാൽ പെട്ടെന്നൊന്ന് റിക്കവറായി വരിക വലിയ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് പിന്നെ
പെട്ടെന്ന് തന്നെ അമ്മയും എൻ്റെ മക്കളൊക്കെ ഓടി വന്ന് ചേട്ടനെ കാണാൻ വരുമ്പോഴും ആ കണ്ണ് തുറന്നത് കണ്ടുകൊണ്ട് അവർ ഓടി ഇവിടെ നിന്ന് കാറിലൊക്കെ അങ്ങ് വരും. പക്ഷെ അവിടെ ഒന്നും അതൊന്നും കാണാൻ കഴിഞ്ഞില്ല. അവർ വരുമ്പോൾ തിരിച്ച് അനക്കമില്ലാത്ത കിടക്കുന്ന അവസ്ഥയായിരുന്നു. പക്ഷെ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ തന്നെ ദൈവത്തിന്റെ ഒരു വലിയ പ്രവൃത്തി ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഇടയായിത്തീർന്നു. കാരണം ഒരിക്കൽ തൊണ്ടയിൽ ട്യൂബറൊക്കെ ഭക്ഷണം കൊടുക്കാൻ ട്യൂബിട്ട ഡോക്ടർ അവിടെ നിന്ന് പോയിട്ട് എന്തോ ലീവ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഡോക്ടർ മുമ്പിൽ അവരൊരു കൂട്ടം ഡോക്ടർമാർ വന്ന് നോക്കി. എന്നിട്ട് മുമ്പിലോട്ട് പോയിട്ട് തിരിച്ചു മടങ്ങി വന്നു. ഇത് ഞാനാണ്. കാരണം ആ ഡോക്ടർ ഇട്ടപ്പോൾ ട്യൂബിന് അപ്പോഴും ഊരുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ആ ഡോക്ടർ പോയിട്ട് തിരിച്ചു വന്നിട്ട് നോക്കിയിട്ട് പറയും ഇത് രതീഷ് അല്ലേ എന്ന് പറഞ്ഞിട്ട് വീണ്ടും അത്ഭുതത്തോടെ നോക്കുന്നതാണ്. കാരണം ആ സമയത്ത് സംഭവിച്ചത് ഈ മസ്തിഷ്ക മരണം സംഭവിച്ച വ്യക്തി എണീറ്റിരിക്കുന്ന അവസ്ഥയാണ് ആ ഡോക്ടർമാർക്ക് കാണുവാൻ കഴിഞ്ഞത്. ദൈവത്തിന്റെ ഒരു വലിയ പ്രവൃത്തി എന്നല്ലാതെ മറ്റൊന്നുമല്ല. ദൈവത്തിന്റെ ഒരു അത്ഭുതകരമായ വിടുതൽ. കാരണം വൈദ്യശാസ്ത്രം പരാജയപ്പെടുമ്പോൾ ദൈവശാസ്ത്രം വിജയിക്കുമെന്ന ആ വചനത്തിന്റെ ശക്തി ശക്തമായി വെളിപ്പെടുവാൻ ഇടയായി തീർന്നു. തീർച്ചയായിട്ടും ആ വിടുതൽ ശക്തമായി. കാരണം പ്രതീക്ഷിക്കാത്ത, കാരണം മനുഷ്യർക്ക് ഒരു തരത്തിലും ഒന്നും ചെയ്യാൻ കഴിയാതിരിക്കുമ്പോൾ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ആ ദൈവത്തിന്റെ ശക്തിയേറിയ സാന്നിധ്യം അതിശക്തമായി വെളിപ്പെടുവാൻ ഇടയായി തീർന്നു. ഒരു മിനിറ്റ് ഞാൻ ഒന്ന് ചോദിക്കട്ടെ. അപ്പം പുള്ളി ഈ ദേവദാസൻ ഇങ്ങനെ കിടന്നപ്പം ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് എഴുന്നേറ്റതാണോ? ചാടി എഴുന്നേറ്റതാണോ പെട്ടെന്ന്? ഇല്ല, ചില നാളുകൾ കഴിഞ്ഞപ്പോ പതുക്കെ കണ്ണു തുറന്നു. അതിനുശേഷം ഞാനാണെങ്കിൽ കാരണം മാക്സിമം ജ്യൂസ് കൊടുക്കാണ്. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ കഴിവിന്റെ പരമാവധി ജ്യൂസൊക്കെ പെട്ടെന്ന് കഴിക്കുന്നതിനനുസരിച്ച് ഞാൻ വേഗത്തിൽ കൊടുക്കുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ അതിവേഗത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു 13 ദിവസമാണ് വെന്റിലേറ്ററിലായിരുന്നേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പുറത്ത് ഒരു 10 ദിവസം. അത് കഴിഞ്ഞിട്ട് ഈ 10 ദിവസത്തിന്റെ ഉള്ളിൽ പിന്നെ അത് കഴിഞ്ഞ് പെട്ടെന്ന് ഒരു 4-5 ദിവസമായപ്പോ തന്നെ പെട്ടെന്ന് റിക്കവർ ആയി മാറി തീർന്നു. ആ സമയത്ത് ഡോക്ടർമാർ പിന്നെ ഡിസ്ചാർജ്, അവർക്ക് ഇവിടെ നിന്ന് പോയാൽ മതി. കാരണം അവർ പ്രതീക്ഷിക്കാത്ത ഒരു വിടുതലാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ ഇവിടെ നിന്ന് കിടക്കാൻ പാടില്ല, വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി നിങ്ങൾ അടുത്തുള്ള ആശുപത്രി കൊണ്ടുപോയി. പക്ഷെ നമുക്കെന്നാലും ഇത്രയും സീരിയസ് ആയിരുന്ന വ്യക്തിയെ കൊണ്ടുവരാൻ നമുക്ക് മനസ്സില്ല. അങ്ങനെ നമ്മൾ വീണ്ടും അവിടെ ചില നാളുകൾ കൂടെ വീണ്ടും അവർ പേര് വെട്ടിക്കഴിഞ്ഞു. എന്നിട്ട് വീണ്ടും റീ അഡ്മിറ്റ് ചെയ്തിട്ടാണ് വീണ്ടും ചില നാളുകൾ കൂടെ അവിടെ കിടന്നിട്ട് 35-ൻ്റെന്നോ 36-ൻ്റെന്നോ നമ്മള് ഡിസ്ചാർജ് ആഴ്ച കാട്ടാക്കടന്നു. അവിടെ സംവിധാനം ഇല്ലാത്തത് കൊണ്ടാണ് വീണ്ടും നെയ്യാറ്റിൻകര ആശുപത്രിയിലേക്ക് റെഫർ ചെയ്ത് അവിടെ 36 ദിവസം കിടക്കുവാൻ ഇടയെത്തുന്നു. നമ്മൾ നെയ്യാറ്റിൻകര ആശുപത്രി കൊണ്ടുപോയപ്പോഴും അവർ ചോദിപ്പാൻ ഇടയെത്തിരുന്നു. അപ്പൊ കാരണം അച്ഛനോട് അവിടുത്തെ ഡോക്ടർ ചികിത്സിച്ച നേഴ്സ് ചോദിച്ചു, അങ്ങളെ ഇയാൾ ജീവിക്കുമോ എന്നാണ് ചോദിച്ചത്. കാരണം അത്രയും സീരിയസ് ആയ ഒരു വ്യക്തി, ഈ 36 ദിവസം കൊണ്ട് ഇത്രയും വിടുതൽ അനുഭവിച്ച ഒരു വ്യക്തി വീണ്ടും ജീവിക്കുമോ എന്ന് ചോദിക്കണേ ആ വ്യക്തിയുടെ അവസ്ഥ എങ്ങനെയായിരിക്കും. പക്ഷെ എന്തോ ദൈവത്തിന്റെ ഒരു അത്ഭുതകരമായ വിടുതൽ. കാരണം ഞാനും അത്രത്തോളം ഉള്ളിലൊരു പ്രാർത്ഥന, അതുപോയിട്ട് ഒരു ദൈവവിശ്വാസം, ദൈവത്തിലുള്ള ഒരു പ്രത്യാശ. അത് കാരണം ചേട്ടനോട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എങ്കിലും പക്ഷെ എനിക്കതുണ്ടായിരുന്നു. പിന്നെ അനേകം പേർ ഇതുപോലെ അവിടെവിടങ്ങളായിരുന്നു. അനേക ദൈവസഭകൾ പ്രാർത്ഥിപ്പാൻ ഇടയായിത്തീർന്നു. ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയായിത്തീർന്നു. അതുപോലെ നെയ്യാറ്റിൻകര ആശുപത്രിയിലായിരുന്നിട്ട് കാരണം അവിടെ കിടന്ന് കുറച്ചൊക്കെ റിക്കവർ, ഞാൻ ഇത് വീൽ ചെയറിൽ ഉരുട്ടിക്കൊണ്ട് വരുന്ന കുറെ വൈകുന്നേരം എല്ലാ ദിവസവും ഇങ്ങനെ വീൽ ചെയർ ഉരുട്ടിക്കൊണ്ടുവരുമായിരുന്നു. അന്ന് ഇങ്ങനെ കുറെ നടക്കും. പെട്ടെന്ന് എന്തായാലും നമ്മളെ പ്രാർത്ഥന ശക്തി ആ ദൈവത്തിന്റെ ഒരു അത്ഭുതകരമായ വിടുതൽ തന്നെയായിരുന്നു. കാരണം അവിടെ 35 ദിവസം കിടന്നിട്ട് തിരിച്ചു വരുമ്പോഴും ഡിസംബർ ഇതുപോലെ സ്കൂൾ അടയ്ക്കുന്ന ടൈമായിരുന്നു. ആ സ്കൂൾ അടയ്ക്കണം അന്ന് എന്നെ ഡിസ്ചാർജ് ചോദിച്ചു വാങ്ങിച്ചിട്ടാണ് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് വരുന്നത്. അന്നും എൻ്റെ അച്ഛൻ പറഞ്ഞൊരു വാക്കുണ്ട്, നമുക്ക് ആംബുലൻസ് പിടിക്കാം. ആംബുലൻസ് പിടിച്ച് എൻ്റെ അച്ഛൻ എന്ന് വെച്ചാൽ അമ്മ അവരെ ചേട്ടന്റെ പപ്പ, ആംബുലൻസ് പിടിക്കാം, നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം. പക്ഷെ ഞാൻ പറഞ്ഞു, ചേട്ടന് ഞാൻ ഒരിക്കലും ആംബുലൻസ് പിടിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോകത്തില്ല. നമുക്ക് നമ്മളെ വീട്ടിൽ കാറുണ്ടല്ലോ, ആ കാറിനെ പിടിച്ച് എങ്ങനെയെങ്കിലും കൊണ്ടുപോകും അച്ഛന്. പക്ഷേ അത് പറയാൻ കാരണമുണ്ടായിരുന്നു. ചേട്ടൻ ആക്സിഡന്റ് ആയതിന്റെ പിറ്റേന്ന് വൈകുന്നേരം കട്ടക്കോടുള്ള ന്യൂ ഇന്ത്യയിലെ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റായിരിക്കുന്ന പോൾ പാസ്റ്റർ ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വരുവാനായിട്ട് എത്തുന്നു. അന്ന് പോലെ മരണ വീട്ടിലെ ആൾക്കാർ വരുന്നത് പോലെ ചില വ്യക്തികൾ വന്ന് അവിടെ ഇരിക്കുന്നുണ്ടായി. പക്ഷേ എന്റെ കുഞ്ഞുങ്ങൾ 3-4 അവർക്ക് അത്ര സീരിയസ്നെസ് അറിയില്ല. അവരവിടെ കളിച്ചുകൊണ്ട് തിരിഞ്ഞു. അമ്മ അവിടെ ഇരുന്നു. അമ്മയ്ക്ക് ഇത്രത്തോളം സീരിയസ് അമ്മയ്ക്കും അറിയത്തില്ലായിരുന്നു. പക്ഷെ എനിക്ക് ചേട്ടന്റെ അവസ്ഥ അറിയായിരുന്നു. പക്ഷെ ആ ദൈവദാസൻ വിളിച്ചിരുത്തിയിട്ട് മക്കളെ വരി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവദാസൻ പറഞ്ഞൊരു വാക്കുണ്ട്,
മക്കളെ, അവൻ ഇവിടെ ഇല്ല. ഞാൻ ആശുപത്രിയിൽ കയറി കണ്ടു, അവൻ ഇവിടെ ഇല്ല. പക്ഷേ നിങ്ങൾ പ്രാർത്ഥിക്കണം, നിനക്കൊരു ഭർത്താവായിട്ട് വേണം, കുഞ്ഞുങ്ങൾക്ക് ഒരു അച്ഛനായിട്ട് വേണം, നീ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് ദൈവം ഒരു കാഴ്ച കാണിച്ചു. എൻ്റെ വീട്ടിന്റെ മുറ്റത്ത് ഞങ്ങളുടെ കാറിൽ വന്ന് ചേട്ടൻ ഇറങ്ങി നടന്നു വന്ന് കസേരയിൽ ഇരിക്കുന്നത് കാണിപ്പാൻ ഇടയായിത്തീർന്നു. പക്ഷെ അതുകൊണ്ട് ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ആംബുലൻസിൽ കൊണ്ടുവരുവാൻ ഞാൻ വേണ്ട അച്ഛ, ആംബുലൻസിൽ കൊണ്ടുപോണ്ട എന്ന് ഞാൻ കർശനമായിട്ട് പറയുവാൻ ഇടയായിത്തീർന്നു. പക്ഷേ അതിനു മുമ്പേ ദൈവിക ആലോചന, അനേകം പേർ ആംബുലൻസ് ഏത് സമയത്തിന്റെ ഭവനത്തിന്റെ മുറ്റത്തിൽ വരുമെന്ന് കാത്തിരുന്ന അനേകം പേർ ആ ദേശത്തുണ്ടായിരുന്നു. പക്ഷേ ഭോഷന്റെ പദ്ധതിക്കൊന്നും ദൈവം ഏൽപ്പിച്ചു കൊടുക്കാതെ വേണം, ദൈവിക പദ്ധതി പ്രകാരം, ദൈവിക വാഗ്ദത്ത പ്രകാരം, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ആ കാറിൽ ദൈവം എപ്രകാരമാണോ വാഗ്ദത്തം പറഞ്ഞത് അപ്രകാരം തന്നെ കാറിൽ വന്നിറങ്ങി നടന്ന് കയറി ഞങ്ങളുടെ കസേരയിൽ വന്നിരിപ്പാൻ ഇടയായിത്തീർന്നു. ആ ദൈവത്തിന്റെ അത്ഭുതകരമായ വിടുതൽ തീർച്ചയായിട്ടും അനുഭവിപ്പാൻ ദൈവം കൃപ ചെയ്തു. ഇന്നുവരെ ദൈവം ഞങ്ങളെ ഇതുവരെ അത്ഭുതകരമായ നിലയിലൂടെ ഞങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സിസ്റ്റർ, ഇത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ എങ്ങനെ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയല്ലോ ഇല്ലയോ? പാസ്റ്ററെ പറഞ്ഞാട്ട് പിന്നെ ഇറങ്ങിയത്. പിന്നെ ദേവദാസൻ എങ്ങനെയാ ദേവദാസ് സന്നിധിയിൽ സമർപ്പിച്ചോ? പറഞ്ഞു, ദേവദാസൻ തുടർന്നു പറഞ്ഞു. ഞാൻ അതിനു മുമ്പേ ചർച്ച് മിനിസ്ട്രി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആർട്സിന്റെ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് വീണ്ടും ഒറ്റയടിക്ക് ഞങ്ങളുടെ അച്ഛനോ അമ്മയൊക്കെ പോകുന്ന വേറെ ചർച്ചുണ്ട്, ന്യൂ ഇന്ത്യ എന്ന് പറയും. അവിടുത്തെ റീജിയൻ പ്രസിഡന്റ് എനിക്ക് വേണ്ടിയിട്ട് ഒത്തിരി പ്രാർത്ഥിക്കുകയും കാര്യങ്ങൾ ചെയ്തു. അപ്പോഴത്തെ ദേവദാസന്റെ മകനൊക്കെ എന്റെ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു, മക്കളെ ഞങ്ങള് സാധാരണ ഞാൻ നേരത്തെ അവര് ഉപവസിക്കുമ്പോൾ ഞാനും ഉപവസിക്കുക അവരോട് കൂടെ പോവുകയും ചെയ്യും. പക്ഷെ ആ പള്ളിയിൽ ആ ടൈമുകളിൽ മാത്രമേ അപ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥന വീണ്ടും എന്തെങ്കിലും വർക്ക് സൗണ്ട്സിന്റെ വർക്കിന് ഞാൻ പോകുമായിരുന്നു, മരം വെട്ടാൻ പോകുമായിരുന്നു, ഈ തട്ട് തറയ്ക്കാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു. അതായത് സെൻട്രിങ്ങിന്റെ പണി എന്ന് പറയും. അതിന്റെ പണി ഇങ്ങനെ പണിയുണ്ടെങ്കിൽ പണിക്ക് പോകുക. എന്നാൽ ഞാൻ ഉപവസിക്കുന്ന സമയത്തൊക്കെ അവരുടെ കൂടെ അവിടെ ഇരിക്കുക, അങ്ങനെ ഇരിക്കുന്ന ഒരു പതിവുണ്ട്. അത് ആ ദിവസം നവംബർ മാസത്തില് അവര് ചർച്ചിൽ ഉപവാസം ഉണ്ട്, മക്കളെ വരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പോ ഞാൻ ശ്രമിക്കാം എന്നിങ്ങനെ പറയെടുത്ത് നിന്നു. അങ്ങനെ ഞാൻ ആശുപത്രി മുമ്പ് ഞാൻ ആശുപത്രി കിടക്കുമ്പോൾ എനിക്ക് ഒരു ഒത്തിരി ഓർമ്മയായ സമയത്ത് ഞാൻ എൻ്റെ ഭാര്യയോട് പറയുമായിരുന്നു, ഡോക്ടറിലെ പോകുമ്പോഴത്തേക്ക് ഡോക്ടറെ എന്നെ വന്ന് നോക്കിയിട്ടായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ അതിലേക്ക് പോകുമ്പോഴേ ഞാൻ ചോദിക്കും, ഡോക്ടറോട് ചോദിച്ച് വീട്ടിൽ പോട്ടാ എന്ന് ചോദിക്കുമായിരുന്നു. അതുകൊണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഒരു സമയം ഉണ്ടല്ലോ വീട്ടിൽ വിടുന്നതിന്, അത് അവൾ എൻ്റെ അടുത്ത് പറയുമായിരുന്നു. എന്നിട്ട് പിന്നെ നിർബന്ധം പിടിക്കുമ്പോൾ അവൾ ചോദിക്കും വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും എനിക്ക് ഉപവസിക്കണം, പള്ളിയിൽ പോകണം, ഇങ്ങനെ പറയുമായിരുന്നു. അപ്പോഴത്തേക്ക് അവൾ എന്നോട് ചോദിക്കുക നിങ്ങൾ എങ്ങനെ പോകും? ഞാൻ പറയും ഞാൻ വണ്ടി ഓടിച്ച് പോകുന്നത് പറയുമായിരുന്നു. അങ്ങനെ വീട്ടിൽ കൊണ്ട് കിടത്തിയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി എനിക്ക് പെട്ടെന്ന് വണ്ടിയൊന്നും ഓടിക്കാൻ പറ്റത്തില്ല എന്നെനിക്ക് മനസ്സിലാവെടുത്ത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പഴയ ഒരു അഹങ്കാരത്തോട് ഞാൻ പറഞ്ഞു ഞാൻ തന്നെ വണ്ടി ഓടിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ വീട്ടിൽ വന്ന് കിടന്ന് 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വണ്ടി, എൻ്റെ കാറും ഉണ്ട്, ടൂ വീലർ അപ്പോഴെനിക്ക് എൻ്റെ വണ്ടി, ഞാൻ ഓടിച്ചുകൊണ്ടിരുന്ന വണ്ടി, യൂസ് ചെയ്തുകൊണ്ട വണ്ടി പോലീസ് സ്റ്റേഷനിലായിരുന്നു. അങ്ങനെ പിന്നെ കാറുണ്ടായിരുന്നു, കാറില് പോവാമല്ലോ. കാറിൽ പെട്ടെന്നൊന്നും ബൈക്ക് ഓടിക്കാൻ പറ്റത്തില്ല, കാറിൽ പോവാം, നിങ്ങൾക്ക് കാർ എളുപ്പത്തിൽ ഓടിക്കാം എന്നുള്ള ചിന്തയിൽ ഞാൻ കാറ് സ്റ്റാർട്ട് ചെയ്തെടുത്തെന്ന് പറഞ്ഞാൽ പയ്യ കാറ് കിടക്കുന്നിടത്ത് പോയി കാറ് സ്റ്റാർട്ട് ചെയ്തു. പയ്യ വോട്ട് ചെയ്ത് നോക്കി. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഫസ്റ്റ് റിവേഴ്സ് ഇട്ട് കുറച്ചൊരു ബാക്കിനെടുത്തു. എന്നാൽ ഫസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് സാധാരണ പഴയതുപോലെ ഞാൻ ഇടാൻ തുടങ്ങുന്നത് പോലെ എനിക്ക് പറ്റത്തില്ലായിരുന്നു. പിന്നെ അപ്പോഴെനിക്ക് മനസ്സിലായി ഇപ്പോൾ ഉടനെ ഒന്നും വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല എന്നെനിക്ക് മനസ്സിലാവണമെത്തി. അങ്ങനെ കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ഈ ചർച്ചിലെ ഈ പാസ്റ്റർ പറഞ്ഞു ഉപവാസം പറഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ അതുവഴി ആ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്, അവൾ അവിടെ രാവിലെ കൊണ്ടുവിടാം എന്നിങ്ങനെ അവൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു അവിടെ പോയി ഇരിക്കാം എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ഫസ്റ്റ് ദിവസം ഉച്ചയ്ക്ക് കഴിക്കാൻ ചോറും വെള്ളവുമായിട്ടാണ് ഞാൻ അവിടെ പോയത്. അന്ന് കഴിച്ചു. അടുത്ത 2ാമത്തെ ദിവസം ഞാൻ പറഞ്ഞു എനിക്ക് വൈകുന്നേരം മാത്രം കഴിക്കാൻ മതി, ഉച്ചയ്ക്ക് ചോറ് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് എൻ്റെ ഭാര്യ നിർബന്ധിച്ച് ചോറും തന്ന് എന്നെ അവിടെ കൊണ്ട് ചർച്ചിന്റെ മുറ്റത്ത് കൊണ്ട് ഇറക്കിയിട്ട് അവള് സ്കൂളിൽ പോയി. ഉച്ചയായപ്പോഴത്തേക്ക് ദേവദാസന്മാര് പറഞ്ഞു മക്കളെ ചോറ് കഴിക്കുക പാസ്റ്റർ ചോറ് കഴിക്കുന്നത്. ഞാൻ ഇപ്പൊ എനിക്ക് വേണ്ട, ഞാൻ വിശപ്പ് വരുമ്പോൾ ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞു. ആർക്കും ബുദ്ധിമുട്ടില്ലാതെ ഞാൻ പോയി കഴിച്ചിട്ട് ഞാൻ മിണ്ടാതെ വന്നിരുന്നോളാം എന്ന് പറഞ്ഞു. എന്നാൽ ഒത്തിരി നിർബന്ധിച്ച് ഞാൻ കഴിച്ചില്ല. ദൈവത്തിന്റെ കൃപയാൽ കഴിക്കാൻ ആ മനസ്സ് തന്നില്ല ദൈവം. എന്നാൽ ഏകദേശം 10 ദിവസം 11 ദിവസം ഒരു നേരം മാത്രം കഴിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ 7 ദിവസം ഫുള്ള് ഉപവാസിക്കാൻ, വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ഉപവസിക്കാൻ ആ ടൈമിൽ ദൈവം ഒരു കൃപ തന്നു. അങ്ങനെ അതായിരുന്നു. പിന്നെ വീണ്ടും ചില മാസങ്ങൾക്ക് കഴിഞ്ഞിട്ടാണ് വീണ്ടും എനിക്കൊരു ചർച്ച ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ എനിക്ക് ആർട്സിന്റെ ആയിരുന്ന സമയത്ത് ഞാൻ
വെള്ളാണ്ടയ്ക്ക് അടുത്ത് ചമ്പൂർ എന്ന് പറയുന്നിടത്താണ് ഒരു ചർച്ച ഉണ്ടായിരുന്നത്. അവിടെ മിനിസ്ട്രി ആദ്യം ഇടയ്ക്കിടയ്ക്ക് എന്റെ ഭാര്യ ഒറ്റയ്ക്ക് പിള്ളേരുമായിട്ട് പോയി നടത്തുകയും കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. പിന്നീട് ഞാനും എനിക്ക് ആയപ്പോ എന്റെ അവിടെ ഈ വണ്ടി പെട്ടെന്ന് ഓടിക്കാൻ പറ്റൂല എന്ന് എനിക്ക് മനസ്സിലായപ്പോഴത്തേക്ക് ആ ചർച്ചയിൽ തന്നെ ഒരു ബ്രദർ ഉണ്ടായിരുന്നു. ബ്രദർ രാവിലെ വരും, എന്നെ വണ്ടിയിൽ കൊണ്ടുപോക്കും, അങ്ങനെ ഒരു പതിവ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇച്ചിരി കഴിഞ്ഞിട്ട് ഞാനും എന്നെ സ്വന്തമായിട്ട് വണ്ടി ഓടിച്ച് പോകാനും മിനിസ്ട്രി നടത്തുവാനും ദൈവം ഇടയാക്കി തീർന്നു. എന്നാൽ അന്ന് മുതൽ ഇന്ന് വരെയും ദൈവത്തിന്റെ കൃപയാൽ വണ്ടി ഓടിക്കുവാനും നന്നായിട്ട് വണ്ടി ഓടിക്കുക, ആദ്യമൊക്കെ എങ്ങനെ ഓടിച്ചത് അതുപോലെ ഓടിക്കാനുള്ള കഴിവ് ഞാനും ദൈവം കൃപയും തന്നുകൊണ്ടിരുന്നു. എന്നാൽ ഇപ്പൊ എനിക്ക് ഓർമ്മ ഒരു ഉറപ്പുള്ളത്, അഹങ്കരിച്ച് വണ്ടി ഓടിക്കാൻ വേറെ ഒന്നിനും പോകാൻ ഒരു മനസ്സ് ഇപ്പൊ കിട്ടുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ദൈവം ഒത്തിരി എന്നെ പഠിപ്പിച്ചു. ഇന്ന് ഒത്തിരി പേര് നമ്മളെ യൗവനക്കാർക്ക് ഒരു അഹങ്കാരം എന്നുള്ള പോലെ എനിക്ക് എല്ലാം കഴിയും, എല്ലാം ചെയ്യാൻ കഴിയും, ഞാൻ ഒറ്റയ്ക്കായിരുന്നാൽ നിൽക്കും, ആരെയും വകവയ്ക്കാതെ നിൽക്കുന്ന ഒരു കാലഘട്ടം ഉണ്ട്. എനിക്ക് ഈ ആക്സിഡന്റ് ആയതുകൊണ്ട് എനിക്ക് മനസ്സിലായി, എന്നെ ഒന്ന് തമ്പുരാൻ പഠിപ്പിച്ചതാണ്. ഞാൻ പറയട്ടെ, ആക്സിഡന്റ് കഴിഞ്ഞപ്പോ ഞാൻ വിശ്വസിക്കുന്നത് എന്റെ കർത്താവ് എന്നെ ശോധന ചെയ്ത് എന്റെ കർത്താവിന്റെ ഉള്ള കരത്തിലാണ് വഹിച്ചിരുന്നത് ഞാൻ പറയുന്നത്. അത് എത്രത്തോളം അത് വ്യക്തികൾക്ക് അംഗീകരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ എന്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്, എന്റെ കർത്താവിന് ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം ഒത്തിരി അപകടങ്ങൾ പലരെയും ഞാൻ വാർത്തകൾ കേട്ടു. എന്റെ വീട്ടിന്റെ അടുത്ത് എന്റെ സ്നേഹിതന്മാർ വരെ പലരും മരിച്ചു ഈ ലോകത്തിൽ നിന്ന്. ബൈക്കുമായിട്ട് കൂട്ടിയിടിച്ചു, ബൈക്ക് ഓട്ടോറിക്ഷയിൽ കൂട്ടിയിടിച്ച് മരിച്ചു. ഇങ്ങനെ പലതരത്തിൽ പലരും മരിച്ചപ്പോൾ ഞാൻ ചിന്തിക്കുന്നത്, എന്റെ ശരീരം ഞാൻ ടയറിൽ കെട്ടിപ്പിടിച്ച് എന്റെ ശരീരത്തിൽ ടയർ കയറാൻ എത്ര സമയം വേണമായിരുന്നു. എന്റെ കർത്താവിന്റെ ഉള്ളം കരത്തിലായിരുന്നുകൊണ്ടാണ് എന്റെ ശരീരത്തിൽ ടയർ കയറാത്തതെന്ന് എനിക്ക് മനസ്സിലാവോടെ തീരുമാനിച്ചിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും കൂടുതലായി ആദ്യത്തെക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത് മിനിസ്ട്രിക്ക് വേണ്ടി, സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രാധാന്യം കൊടുക്കുന്നത്. കാര്യം ഇനി എത്ര കാലം ഈ ലോകത്ത് ജീവിക്കാൻ എനിക്ക് പറ്റുമെന്ന് അറിയത്തില്ല. ഇനി ഞാൻ ദൈവത്തെ കളിപ്പിച്ച് കഴിഞ്ഞാൽ ഇനി ദൈവം എനിക്ക് ഒരു ശിക്ഷ തന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ചിലപ്പോൾ എണീപ്പ് കാണത്തില്ല എന്നാണ്, ഒരു ഉയർപ്പ് കാണത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ള സുഹൃത്തുക്കളെ, സ്നേഹിതരെ, എന്റെ അനുജത്തിമാരെ, നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കണം. കർത്താവിന്റെ വചനം എന്ന് മറ്റൊരുത്തലും രക്ഷയില്ല, ഈ ലോകത്തിൽ ഒരു വ്യക്തികളിലും രക്ഷയില്ലെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. മറ്റൊരുത്തലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ യേശു എന്നൊറ്റ നാമമേ ഉള്ളൂ. ഈ ലോകത്തിൽ കാണുന്ന ഒന്നുമല്ല യേശു എന്ന് പറയുന്ന നാമം. നമുക്ക് വേണ്ടിയിട്ട് മരിച്ചു, അടക്കം ചെയ്ത് ഉയർത്തെഴുന്നേറ്റ ഒരു യേശുണ്ട്. ആ യേശുവിനോട് കൂടെ നമ്മളും മരിച്ചു, അടക്കം ചെയ്ത് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ദൈവത്തോട് കൂടെ ചേർന്ന് നമ്മളും ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും പാടുവാനും ആ വചനം അനുസരിച്ച് നമ്മൾ നടക്കുവാൻ താല്പര്യപ്പെടണം. ഒന്നാമത്തെ സങ്കീർത്തനം പറയുന്നത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. ദുഷ്ടന്മാർ വേറെ ആരുമല്ല. എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദുഷ്ടത്തനം ചെയ്ത് ഞാനാണ് ദുഷ്ടത്തനം ചെയ്യുന്നതിൽ ഞാനാണ് ദുഷ്ടൻ എന്നാണ് പറയുന്നത്. അല്ല, വേറെ ഒരു വ്യക്തികളെ നമ്മൾ പഴി ചാരേണ്ട ആവശ്യമില്ല. നമ്മൾ വചനം എന്ത് പറയുന്നു, വചനം അനുസരിച്ച് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ, ഈ ലോകത്തിൽ നടന്നു കഴിഞ്ഞാൽ നമുക്ക് രക്ഷയുണ്ട്, നമുക്ക് സൗഖ്യമുണ്ട്, നമുക്ക് എന്തൊക്കെ വേണമോ അതെല്ലാം നമുക്ക് ലഭിക്കുമെടുത്തിരിക്കും. കർത്താവിന്റെ വചനം പിന്നെയും പറയുന്നത്, മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിച്ചാൽ ഇതോടൊക്കെ സകലതും കിട്ടുമെന്നാണ് കർത്താവിന്റെ വചനം പറയുന്നത്. ഈ ലോകം തരാത്ത സമാധാനം, ഈ ലോകം തരാത്ത സന്തോഷം, ഈ ലോകം തരാത്ത സാമ്പത്തികം ആകട്ടെ, നമുക്ക് എന്ത് വേണമെങ്കിലും ഈ ലോകം നമുക്ക് തരുന്നതിനൊക്കെ ഒരു പരിമിതിയുണ്ട്. എന്നാൽ എന്റെ കർത്താവ് ഒരു നന്മ നമുക്ക് തുറന്നു തന്നു കഴിഞ്ഞാൽ, ഒരു കർത്താവ് നമ്മുടെ ആരോഗ്യമാകട്ടെ, ബുദ്ധിയാകട്ടെ, മറ്റെന്തെങ്കിലും മറ്റെന്തെങ്കിലും ആകട്ടെ, അത് നമ്മൾ ദൈവം തന്നു കഴിഞ്ഞാൽ അതിന് ഒരു പരിമിതിയുമില്ല. ഈ ലോകത്തിലെ മനുഷ്യരെ ചെയ്തു തന്നു കഴിഞ്ഞാൽ അതിനൊക്കെ പരിമിതിയുണ്ട്. ഇന്ന് ഒത്തിരി പേര് എനിക്കറിയാൻ സാധിക്കും, ലോൺ എടുത്തൊക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്ന അതിനൊക്കെ ലിമിറ്റ് ഉണ്ട്. എന്നാൽ എന്റെ കർത്താവ് നമുക്കൊരു വഴി തുറന്നു തന്നു കഴിഞ്ഞാൽ ഒരു ലിമിറ്റുമില്ല. കർത്താവിനോട് കൂടെ നമ്മൾ വിശ്വസ്തനായിട്ട് ആ കർത്താവിനെ സേവിച്ച് നിന്നെങ്കിൽ മാത്രമേ നമുക്ക് നന്മ ഉണ്ടാകത്തുള്ളൂ എന്ന് മനസ്സിലാക്കുവാൻ. പാസ്റ്റർ അപ്പം ഈ ദൈവസന്നിധിയില് ആക്സിഡന്റിന് മുന്നമേ ഒരുപാട് എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം എന്നുള്ള ആ ഒരു നിലയിലായിരുന്നല്ലോ ജീവിച്ചത് കർത്താവിന്റെ. അപ്പോഴത്തേക്കും പൈസ മാത്രം എങ്ങനെ ഉണ്ടാക്കുക, പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റത്തുള്ള ഒരു ചിന്ത എനിക്ക് ഉണ്ടായിരുന്നു. എന്നാൽ അന്നത്തെ ഒരു അവസ്ഥയെക്കാട്ടിൽ ഇപ്പം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയപ്പം ദൈവം ശ്രേഷ്ഠകരമായി നടത്തുന്നുണ്ടോ ഇല്ലയോ? എങ്ങനെയാണ് കർത്താവ് ഇപ്പൊ നടത്തുന്നത്? ഇപ്പൊ സന്തോഷമായിട്ടാണ് ദൈവം നടത്തുന്നത്. അതത് സമയത്ത് വേണ്ട സമയത്ത്, മുൻപേയും ദൈവം ഒരു വഴി തുറന്നു തരത്തില്ല, അതിന് ശേഷം ആ സമയത്ത് ദൈവം ഒരു വഴി തുറന്നു തരും എവിടെ കൂടെയെങ്കിലും. ഓക്കെ, ആവശ്യങ്ങളൊക്കെ കർത്താവ് തന്നെ നടത്തി തരുന്നുണ്ടല്ലോ, ഇല്ലയോ?
തീർച്ചയായിട്ടും. ഓക്കെ. അപ്പം കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ഇറങ്ങി തിരിച്ചാൽ ഒന്നിനും കുറവില്ലാതെ എന്ന് പാസ്റ്ററിൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കുവാൻ കഴിഞ്ഞു അല്ലേ? അതെ അതെ. ഓക്കെ. ആ സിസ്റ്റർ ആണെങ്കിൽ അവിടെ ഇടയ്ക്ക് പ്രാർത്ഥനയ്ക്ക് നിങ്ങളുടെ സഭയിൽ പ്രയറിന് സിസ്റ്റർ നടത്തുമായിരുന്നെന്ന് പറഞ്ഞല്ലോ, അതെ പാസ്റ്റർ സുഖമില്ലാതിരുന്നപ്പോൾ. അതെ. അതെ. അപ്പം സിസ്റ്ററേയും കർത്താവ് അങ്ങനെ ഒരു സഭയുടെ കാര്യങ്ങളൊക്കെ നടത്താൻ ബലപ്പെടുത്തുന്നുണ്ടല്ലോ. എങ്ങനെയായിരുന്നു സിസ്റ്ററിൻ്റെ അവിടുത്തെ ആ സമയത്തെ കാര്യങ്ങൾ ഒന്ന് പറയാമോ? ഞാനാണെങ്കിൽ മെഡിക്കൽ കോളേജിൽ നിന്ന് നെയ്യാറ്റിങ്കര ഹോസ്പിറ്റലിൽ വന്നപ്പോൾ അവിടെ വന്നിട്ട് എല്ലാ ഞായറാഴ്ചയും അച്ഛനോ എൻ്റെ വലിയമ്മേരെ മോൻ ആരെങ്കിലും ഹോസ്പിറ്റലിലാക്കിയിട്ട് ഞാനും എൻ്റെ മകളും കൂടെ അവിടെ ചെമ്പൂര് ആരാധന നടത്താൻ കടന്നു പോകുമായിരുന്നു. അവിടെ നിന്ന് കൃത്യമായിട്ട് നല്ല രീതിയിൽ, കാരണം ദൈവത്തിന്റെ ഒരു കൃപ ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ആരാധന വളരെ നല്ല രീതിയിൽ ആരാധിപ്പാനും ആരാധന പ്രാർത്ഥിപ്പാനല്ല, കാരണം ഒരു പ്രത്യേക പ്രാർത്ഥന വരം കൂടെ ദൈവം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിന്മേലും ദൈവം തക്ക സമയത്ത് വിടുതൽ വെളിപ്പെടുത്തുന്ന അവസ്ഥയായിരുന്നു. അതുകൊണ്ട് ആ ദൈവസഭയിൽ കടന്നു പോകുന്ന എല്ലാവർക്കും അതൊരു സന്തോഷവും, അവർക്കും ഞായറാഴ്ച ഞാൻ കടന്നു പോകുന്ന വളരെ വളരെ സന്തോഷമായിരുന്നു. കാരണം ഇന്നും ആരാധനയ്ക്കൊരു പ്രാധാന്യം എന്തെന്നില്ലാത്ത എൻ്റെ ഉള്ളിൽ എൻ്റെ ദൈവത്തെ എത്ര തന്നെ ആരാധിച്ചാലും പ്രാർത്ഥിച്ചാലും മതി വരത്തില്ല. കാരണം ചില വിഷയങ്ങൾക്ക് തന്നെ, കാരണം പ്രാർത്ഥിക്കുന്ന ആ നിമിഷത്തെ തന്നെ, കാരണം ചില സമയത്താണെങ്കിൽ ദൈവം ഏതെങ്കിലും ഒരു വിഷയം മുന്നിൽ തരും, ആ വിഷയത്തിന് അപ്പോൾ പ്രാർത്ഥിക്കും. ആ സമയത്ത് ചിലപ്പോൾ വിടുതൽ അങ്ങ് വെളിപ്പെട്ടിട്ടുണ്ടാകും. അല്ലെങ്കിൽ ചില വ്യക്തികൾ പ്രാർത്ഥന വിഷയം പറയും, ഞാൻ ഉള്ളിൽ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കും, ആ നിമിഷം തന്നെ ദൈവം വിടുതൽ വെളിപ്പെടുത്തുന്ന അനുഭവമായിരുന്നു. ആ ദേശത്ത് നിന്ന് ചേട്ടന്റെ ആക്സിഡന്റോട് കൂടി ഇപ്പൊ ചർച്ചിൽ വൈകുന്നേരമൊക്കെ മിനിസ്ട്രി അങ്ങനെ പോകുമായിരുന്നു. ഇപ്പം പിന്നെ അതുകൊണ്ട് ചേട്ടൻ ഇങ്ങനെ പോയതായിട്ട്, അല്ലെ നേരത്തേക്ക് ആണെങ്കിൽ ചേട്ടൻ ചിലപ്പോ ഒരു ചർച്ചിൽ പോകും, ഞാൻ വൈകുന്നേരം ഞങ്ങളെ ചർച്ചിൽ പോയി ആരാധന നടത്തും. അങ്ങനെ ആയിരുന്നു. ചേട്ടൻ പുറത്തൊക്കെ പോകുമായിരുന്നു. പിന്നെ അതിനുശേഷം കൂടുതലും ഒന്നിച്ചിട്ടൊക്കെ പോകും, കാരണം യാത്രയ്ക്കൊക്കെ ബുദ്ധിമുട്ടായിട്ട് റൂട്ടൊക്കെ പിന്നെ ക്ലിയർ ഇല്ലായിരുന്നു ചേട്ടന്. ഇങ്ങനെ കുറെ ദിവസമൊക്കെ, ഇപ്പം പ്രശ്നമില്ല. ഈ ആക്സിഡന്റ് വണ്ടിയൊക്കെ ഓടിക്കാൻ തുടങ്ങിയ ആ സമയത്തൊക്കെ ഈ പഴയതെല്ലാം മറന്നുപോയി. പിന്നെ ഒന്നേന്ന് ഇങ്ങനെ റൂട്ടൊക്കെയാണ്, ഒരിക്കൽ പോണ റൂട്ടൊന്നും ഒരു 4-5 പ്രാവശ്യം പോയാലേ പിന്നെ ആ സ്ഥലമൊക്കെ അറിയാം. അങ്ങനെയൊക്കെ ആയി. അപ്പൊ എപ്പോഴും ഒരാൾ കൂടെ വേണമായിരുന്നു, വണ്ടി ഓടിക്കുമ്പോഴും എല്ലാ കാര്യത്തിനും. ഇപ്പം പ്രശ്നമില്ല. നിങ്ങളെയൊക്കെ തിരിച്ചറിഞ്ഞോ? നിങ്ങളെയൊക്കെ തിരിച്ചറിഞ്ഞായിരുന്നോ? അറിഞ്ഞില്ല, വീട്ടിൽ വന്ന ശേഷമാണ് ആളറിയാന്നുള്ള. അവിടെ ഉണർന്ന് കാണുവാണെങ്കിൽ ഒന്നും അറിയില്ല, ഇങ്ങനെ ബോധമില്ല, ഇങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കി ഇങ്ങനെ കിടക്കുക എന്നുള്ള അങ്ങനെ ഇതൊന്നും ഇല്ലായിരുന്നു. എന്തായാലും പ്രാർത്ഥന ശക്തി കൊണ്ട് തന്നെയാണ് അനേകം പേർ ഇന്നും അപകടത്തിലായിരിക്കും. പിന്നെ അതുപോലെ ഒരു കാര്യമുണ്ട്, ചേട്ടനെ കാണാവുന്ന പല വ്യക്തി ജീവിതങ്ങൾ അവയവം ദാനം ചെയ്യാൻ വേണ്ടിയിട്ട് അവര് ഇങ്ങനെ ചേട്ടൻ ഇവർ ചേച്ചി ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് പോയി. ആ അവസ്ഥയായിരുന്നു. തിരിച്ച് ഞങ്ങളെ വീട്ടിൽ ഞങ്ങൾ എത്തിയ ശേഷം ആ വ്യക്തി ഞങ്ങളെ ഭവനത്തിൽ വന്നപ്പോഴാണ് ഇങ്ങനെ പറയാനിടയായിരുന്നു, അവയവം ദാനം ചെയ്യാനൊക്കെ പറഞ്ഞു എന്ന് പിന്നെയാണ് അറിഞ്ഞത്. അങ്ങനത്തെ അവസ്ഥയായിരുന്നു. പക്ഷെ ദൈവം അതിൽ നിന്നെല്ലാം വിടുവിച്ച് ഇതുവരെയും ആ ദേശത്ത് നിന്ന് അനേകം പേർ വീണ്ടും ചേട്ടന്റെ ആക്സിഡന്റോട് കൂടി, കാരണം മരിച്ചൊരു വ്യക്തി ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിന്റെ വലിയൊരു സാക്ഷ്യമാണ്, ദൈവത്തിന്റെ ഒരു അത്ഭുതകരമായ വിടുതലാണ്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും അതൊന്നും അങ്ങനെ സംഭവിക്കും. കാരണം നമുക്ക് ലോകപ്രകാരം നാം നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇത് ഒരു ദൈവത്തിന്റെ പ്രവൃത്തി ആയതുകൊണ്ട് ദൈവം തീർച്ചയായിട്ടും ആ ദേശത്ത് നിന്ന് ചില വ്യക്തികളെ കൂടെ നമുക്ക് തരുവാൻ ഇടയായിത്തീർന്നു. അനേക സ്നാനത്തിനായി ഒരുങ്ങുവാൻ ഇടയായിത്തീർന്നു. അതിനുശേഷം വീണ്ടും ഞങ്ങൾക്ക് കുടുംബമായി ആ ദൈവവേലയിൽ ഒന്നുകൂടെ വർദ്ധിപ്പാൻ ദൈവം എന്റെ ജീവിതത്തിലും നമ്മളെ കുടുംബമായി ദൈവം സഹായിപ്പാൻ ഇടയായി തീർന്നു. കുഞ്ഞുങ്ങളെ കൂടുതൽ ആത്മീകമായി വളരുവാനും കുഞ്ഞുങ്ങളെ കൂടുതൽ ദൈവത്തോട് പറ്റിച്ചേർന്ന് ജീവിപ്പാനും അവര് കൂടുതൽ എന്ന് വെച്ചാൽ കൂടുതലായി ദൈവനാമത്തിന് വേണ്ടി പാടുവാനെല്ലാം അവർക്കും ഒരു ഉത്സാഹവും അവരുടെ ജീവിതത്തിൽ ഒരു താല്പര്യവും വാഞ്ചി അവരുടെ ജീവിതത്തിലും ദൈവം നൽകുവാൻ ഇടയായി തീർന്നു. കാരണം നമുക്ക് തീർച്ചയായിട്ടും ഒരു ജീവന്റെ സാക്ഷി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക്, കാരണം എൻ്റെ ജീവിതത്തിലും വെറുതെ ഒരു ജീവിതം മാത്രമായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. കാരണം സാമ്പത്തികമായിട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ, കാരണം ഈ ദേവദാസൻ പറഞ്ഞതുപോലെ തന്നെയാണ്. കാരണം ചേട്ടൻ ഇതെല്ലാം പണിക്ക് പോയിട്ട് ഉണ്ടാക്കുന്നെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് ഒന്നുമില്ല.
കാരണം ശമ്പളം വാങ്ങുന്നു, ഇങ്ങനെ നാനാവിധമായ ഒരു ചെലവാണ്. നമുക്ക് മിച്ചം വെപ്പാൻ ഒന്നുമില്ല. കാരണം ചേട്ടൻ ആക്സിഡന്റ് ആകുമ്പോൾ ഒരു 11-ാം തീയതി ATM കാർഡ് നോക്കിയപ്പോൾ ഒരു 500 രൂപയെങ്കിലും കാണുമല്ലോ, ആശുപത്രി ചെലവിന് ഞാൻ ഓടിപ്പോയി നോക്കിയപ്പോൾ അതുപോലും ഇല്ലാത്ത ഒരു അവസ്ഥയായിരുന്നു. ശൂന്യമായ പത്രോസിന്റെ പടകിനെ പോലെ ശൂന്യമായ അവസ്ഥയായിരുന്നു. പക്ഷെ അന്നും 50,000 എത്ര കടം ചേട്ടന്റെ പേരിലുണ്ടായിരുന്നു. പക്ഷെ ആശുപത്രിയിലായിരുന്ന സമയത്തെല്ലാം ദൈവം തന്റെ മക്കളെ ഏലിയാവിനെ കാക്കയെ കൊണ്ട് പോഷിപ്പിച്ചതുപോലെ ആശുപത്രിയിലായ സമയം ദൈവം അത്ഭുതകരമായ തരത്തിൽ, അങ്ങനെ അധികം കടമൊന്നുമില്ല പറയാനില്ല, ഒരു 10,000 രൂപ എന്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതും വേറൊരു ബൈബിൾ കോളേജിൽ നമുക്ക് തരുവാനിടയെ അതും തീർക്കുവാൻ ദൈവമേടെ. നമുക്കങ്ങനെ കടം എന്ന് പറയാൻ ഒന്നുമില്ല. ഇത്രയും ദിവസം ഹോസ്പിറ്റലിൽ ആയിട്ട് പോലും യാതൊരു തരത്തിൽ ബുദ്ധിമുട്ടില്ലാത്തവരും ദൈവം നമ്മെ മാനിപ്പാൻ ഇടയായി തീർന്നു. കാരണം ഇന്ന് നോക്കാമെങ്കിൽ ആ അവസ്ഥയല്ല, കാരണം അതിനേക്കാൾ ഉപരിയായി ശ്രേഷ്ഠകരമായ രീതിയിൽ ദൈവം നമ്മളെ മാനിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം കൂടുതലായി ദൈവനാമത്തിന്, കാരണം കണക്ക് നോക്കിയല്ല, കാരണം ഞാൻ പലപ്പോഴും ശമ്പളം ദശാംശം മാറ്റി അങ്ങ് വയ്ക്കുന്നു. അതിനേക്കാൾ വലിയ ബാക്കിയെല്ലാം കൂടുതലായി ആലയത്തിന് എന്ത് ചെലവുണ്ടെങ്കിലും ഞാൻ പെട്ടെന്ന് അങ്ങ് പൈസ ഉണ്ടോ ഇല്ലയോ നോക്കൂല. ഞാൻ എടുത്ത് ആലയത്തിനും ആത്മീയ കാര്യത്തിനും അങ്ങ് ചെലവ് പക്ഷെ കണക്ക് നോക്കി ചെല്ലുന്ന പോലെ അപ്പൊ ഇത്ര അങ്ങനെയല്ല. പക്ഷെ ഞാനങ്ങ് ദൈവം തരുന്നു, ദൈവനാമത്തിന് വേണ്ടി കൊടുക്കുന്നു. കാരണം നാളെ അല്ല, പക്ഷെ ദൈവം ഇന്നും, കാരണം ഏത് കാര്യത്തിന് വേണ്ടി അയ്യോ ദൈവമേ സാമ്പത്തികം ഇല്ലല്ലോ എന്ന് ചിന്തിക്കുന്ന സമയത്തും എവിടെ കൂടെയെങ്കിലും അത്ഭുതകരമായ രീതിയിൽ ആ സാമ്പത്തികം ദൈവം തരുവാൻ ഇടയായി തീർന്നുകൊണ്ടിരിക്കുന്നു. കാരണം തന്റെ മക്കളെ ദൈവം ഇന്ന് വരെ നീതിമാന്റെ സന്തതി അപ്പത്തിനായി ഇരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന വചനപ്രകാരം അത്ഭുതകരമായ വഴിയിൽ എന്റെ കുഞ്ഞുങ്ങളുടെ കാര്യമായിട്ട്, ദൈവസഭയുടെ കാര്യമായിട്ട്, കർത്താസിന്റെ കാര്യമായിട്ട്, ആരുടെ കാര്യമായിട്ട്, പക്ഷെ ദൈവം അതത് സമയത്ത് അത്ഭുതകരമായ വഴിയിലൂടെ ഇന്ന് വരെ നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ നേരത്തെ അതല്ല. ദൈവനാമത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാൾ ഉപരിയായി ഭൗമിക കാര്യങ്ങൾക്ക് വേണ്ടി നാം സമയം ചെലവഴിച്ച് കൂടുതലായി മറ്റു പലതിലേക്കും ആയിക്കൊണ്ടിരുന്നപ്പോൾ കൂടുതൽ കടബാധ്യത, സാമ്പത്തിക ഞെരുക്കം, മാനസിക സംഘർഷം ഇതെല്ലാം വന്നതല്ലാതെ, പക്ഷെ അതിനേക്കാൾ ഉപരിയ ദൈവത്തോട് കൂടുതൽ അടുക്കാൻ, പ്രാർത്ഥിക്കാൻ കൂടുതൽ സമയം കണ്ടെത്തിയപ്പോൾ, അല്ലെങ്കിൽ കൂടുതൽ സമയം വചനം വായിക്കാൻ, കൂടുതൽ ആത്മീയ കാര്യങ്ങൾക്കായി സമയം കണ്ടെത്തിയപ്പോൾ അതെല്ലാത്തിന്റെ അവസ്ഥകൾക്ക് ദൈവം മാറ്റം വരുത്തുവാൻ ഇടയായി തീർന്നു. ആത്മീകമായി പ്രത്യേകം ഞങ്ങളെ കുടുംബപരമായി ദൈവം വളരെയധികം അനുഗ്രഹിപ്പാൻ ഇടയായി തീർന്നു. ഈ പറഞ്ഞല്ലോ ഞങ്ങളുടെ ഭവനത്തിന്റെ അവസ്ഥ എന്ന് വെച്ചാൽ വളരെ ചെറിയ, എന്നെ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന ഒരു ചെറിയൊരു ഭവനായിരുന്നു. പക്ഷേ ഏതാനും ദിവസങ്ങൾക്കകം ആ ഭവനം വാർക്കുവാൻ ഇടയായി തീർന്നു. ഇപ്പോൾ എന്താ 2ാം നിലയിൽ വാർക്കുവാൻ ദൈവം അവസരം തന്നു. കാരണം അവരുടെ ബാക്ക്ഗ്രൗണ്ട് ചിന്തിച്ചാൽ 20 വർഷമായി ഒരു ബേസ്മെന്റ് കെട്ടിയിട്ട് ഭവനം പണിയുവാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ കിടന്ന ഒരു ഭവനമായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവൃത്തി വെളിപ്പെട്ടപ്പോൾ ദൈവം അനുഗ്രഹിപ്പാൻ ഇടയായി തീർന്നു. കടബാധ്യത എന്ന് വെച്ചാൽ സിസ്റ്റർ, ഈ ആക്സിഡന്റിന് ശേഷമാണോ ഭവനം പണിഞ്ഞത്? ഞങ്ങള് താഴത്തെ നില പഞ്ചായത്തിൽ നിന്ന് അമ്മയ്ക്ക് കാശ് കിട്ടി, അത് കുറച്ച് പണിതു. പക്ഷെ പിന്നെ കുറച്ച് പണികളെല്ലാം ബാക്കി അങ്ങനെ കിടപ്പാൻ ഇടയായിത്തീർന്നു. എന്നാൽ ഞങ്ങൾ ദൈവനാമത്തിന് വേണ്ടി അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി നിന്നപ്പോൾ ബാക്കി പണികൾ ദൈവം പൂർത്തീകരിപ്പാൻ അത്ഭുതം. കാരണം ടൈലിടാനൊന്നും ഒരു യോഗ്യതയില്ല, അങ്ങനത്തെ അവസ്ഥയായിരുന്നു. പക്ഷേ ദൈവം അതെല്ലാം അത്ഭുതകരമായ രീതിയിൽ നല്ല രീതിയിൽ ചെയ്തിടാൻ ദൈവം സഹായിച്ചു. ആക്സിഡന്റിന് ശേഷം ഈ കൊറോണ കാലഘട്ടത്തിലാണ് ഞങ്ങളുടെ ഭവനത്തിന്റെ പണി വാർത്ത്, അങ്ങനെ മുകളിലത്തെ നില വാർത്ത് അങ്ങനെ ഇട്ടിരുന്നു. ഒരു പണി ചെയ്യുവാനോ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ അങ്ങനെ കിടന്നു. പക്ഷേ ഇത് ഈ കൊറോണ എല്ലാം കഴിഞ്ഞ സമയത്ത് അതിവേഗത്തിൽ എന്തോ അത്ഭുതകരമായ രീതിയിൽ ആ മുകളിലത്തെ നിലയെല്ലാം വാർക്കുവാനും അതെല്ലാം നല്ല ടൈലിട്ട് വളരെ മനോഹരമാക്കുവാനും, വളരെ സാമ്പത്തിക അങ്ങനെ വലിയ ബാധ്യതയൊന്നുമില്ല, ചെറിയ രീതിയിലുള്ള ബാധ്യത മാത്രമേ ഉള്ളൂ. പക്ഷെ അത്ര അത്ഭുതകരമായ രീതിയിലൂടെ ദൈവം മാനിപ്പാൻ ഇടയായി തീർന്നു. അത് കാരണം ആ ദേശത്ത് തന്നെ ഞങ്ങളുടെ ഭവനത്തെ നോക്കുമ്പോൾ, കാരണം പല പണ്ട് കാലങ്ങളിൽ വന്ന് ഭക്ഷിച്ച് പാനം ചെയ്ത് കടന്നുപോയ ഒരു ഭവനമാണ്. പക്ഷെ എന്തോ ദൈവത്തിന്റെ അല്ലെങ്കിൽ ദൈവമക്കളുടെ ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേശത്തെ ഒരു നല്ലൊരു മനോഹരമായ ഒരു ഭവനം ആ ദേശത്തായിരിക്കുന്നത്. കാരണം ഈ അടുത്ത കാലത്ത് തന്നെ ഒരു ക്യാമറ കൂടെ വെപ്പാൻ, കാരണം നമുക്ക് അതിന് ഒരു ഇതുമില്ല, പക്ഷെ എന്നാലും ക്യാമറ കൂടെ വെപ്പാൻ ദൈവം സഹായിച്ചു. അത് ദൈവത്തിന്റെ, കാരണം ദേശക്കാരൻ നോക്കുമ്പോൾ നിന്ദിക്കപ്പെട്ട്, കാരണം ഒന്നുമില്ല, ഇവർ ഒരു തരത്തിലും ഉയർന്നു വരത്തില്ല എന്ന് ചിന്തിച്ചു കിടന്ന ആ ഭവനത്തെ ദൈവം മാനിപ്പാൻ ഇടയായി തീർന്നു. കാരണം ഇവർ അമ്മച്ചിയാണ് ആദ്യമായി ആ ദേശത്ത് രക്ഷിക്കപ്പെട്ടത്. കാരണം ദൈവമക്കളുടെ ഭവനത്തെ എന്ന് വെച്ചാൽ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരുടെ ഭവനത്തെ, നേരായി നിൽക്കുന്നവരുടെ ഭവനത്തെ അല്പം കഷ്ടത എന്ന് തോന്നിയാലും ഇന്നല്ലെങ്കിൽ നാളെ ദൈവം അനുഗ്രഹിപ്പാൻ ഇടയായി തീരും. അതിന്റെ ഒരു സാക്ഷിയാണ് ഞങ്ങളുടെ ഭവനം ആ ദേശത്ത് ആയിരിക്കുന്നത്. പക്ഷെ ഇന്നും ചില പ്രതികൂലങ്ങൾ ഉണ്ടെങ്കിലും ദൈവം
ആ സമയത്ത് അത്ഭുതകരമായ രീതിയിൽ എന്നുവെച്ചാൽ എന്തെങ്കിലും പ്രതികൂലം വരുന്നതിന് മുമ്പേ ദൈവം നമ്മെ പ്രാർത്ഥിപ്പാൻ തട്ടി ഉണർത്തും. പ്രാർത്ഥിക്കുമ്പോൾ അതിൽ നിന്നെല്ലാം ഒരു ജയം നൽകുവാൻ ഇടയായി തീർന്നു. കാരണം ദൈവദാസന്റെ ആക്സിഡന്റോട് കൂടി ആ ദേശക്കാർക്കെല്ലാം നമ്മെ കുറിച്ച് ഒരു വിലയും നിലയുണ്ട്. കാരണം അവർക്കറിയാം ഇത് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഭവനമാണെന്ന് അറിയാം. പക്ഷെ എങ്കിലും ഏതെങ്കിലും തരത്തിൽ എങ്ങനെയെങ്കിലും തകർത്ത് കളയുവാൻ ശത്രുവായവൻ പല പദ്ധതികൾ ഒരുക്കിയെങ്കിലും ദൈവം ഇന്നുവരെ നമ്മെ ആ ദേശത്ത് ഒരു അത്ഭുതകരമായ ഒരു സാക്ഷ്യമാക്കി സ്വർഗത്തിലെ ദൈവം നമ്മെ നിർത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്നുവരെയും അനുഗ്രഹിച്ച് മാനിച്ച് ഞങ്ങളെ നിർത്തിയിരിക്കുന്ന ആ വലിയ കൃപകൾക്ക് ആ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. അതുപോലെ ഞങ്ങൾക്ക് ഞാൻ ആ ഭവനത്തിൽ കടന്നു വരുമ്പോൾ ഒരു വാഹനം ഒന്നുമില്ലായിരുന്നു. പക്ഷേ ദൈവം പിന്നീട് അന്ന് സൈക്കിൾ എന്തുകൊണ്ടായിരുന്നു, കല്യാണത്തോടു കൂടി ഒരു ബൈക്ക് വാങ്ങുവാനിടയായി തീർന്നു. പക്ഷെ ഇപ്പൊ അതല്ല, വാഹനത്തിന് മേൽ വാഹനം ദൈവം തരുവാനിടയായി തീർന്നു. 2 വീലർ വാഹനം ഇന്ന് തന്നെ 3 ഞങ്ങളുടെ ഭവനത്തിലുണ്ട്. 4 വീലർ വാഹനം അതെല്ലാം ദൈവം തന്ന് നമ്മെ മാനിപ്പാൻ ഇടയായി തീർന്നു. അത് നമ്മുടെ കഴിവ് കൊണ്ടോ മിടുക്ക് കൊണ്ടല്ല, നാം ആരും നമ്മുടെ സ്വന്തം കൈ കൊണ്ട്. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നുമെന്ന് ദൈവത്തിന്റെ വചനമാണ്. പക്ഷേ നമ്മൾ അത്രത്തോളം ദൈവത്തിന് വിശ്വസ്തരായി നിന്നാൽ മാത്രമേ ദൈവം നമ്മെ, കാരണം എനിക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയും, ദൈവമാണ് അതൊക്കെ തന്ന് നമ്മെ മാനിച്ച് നിർത്തിയിരിക്കുന്നത്. കാരണം ദൈവത്തിന്റെ വചനപ്രകാരം വാഹനമേലെ ഓടുമാറാക്കുന്ന വചനമുണ്ട്. പക്ഷെ ദൈവത്തെ മാനിച്ചത് കൊണ്ട് മാത്രം എനിക്ക് ധൈര്യമായി പറയാൻ കഴിയും. ഒരു കാലത്ത് ഞങ്ങൾ നടന്ന് വളരെ 7-8 കിലോമീറ്റർ നടന്ന് 1.5 കിലോമീറ്റർ നടന്ന് 1.5 മണിക്കൂർ വരെ നടന്നാണ് ദൈവസന്നിധി പോയി ആരാധിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് നമുക്ക് ധൈര്യമായി പറയാൻ കഴിയും, ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ആലയത്തിലേക്ക് പോകണമെങ്കിൽ ഞങ്ങളുടേതായ വാഹനത്തിൽ തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. അത് ആ ദൈവത്തിന്റെ ആ കൃപയും കരുണയും അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം തന്നെയാണ്. തീർച്ചയായിട്ടും ഉറപ്പായിട്ട് നമുക്ക് പറയുവാൻ കഴിയും. അതുപോലെ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ചാൽ, ദൈവസന്നിധിയിൽ വിശ്വസ്തരായി ജീവിച്ചാൽ, നമുക്ക് ഇന്ന് കഷ്ടപ്പാട് അല്ലെങ്കിൽ ബുദ്ധിമുട്ട്, ഭാരം, പ്രയാസം എന്ന് തോന്നിയാലും ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ കണ്ണാലെ എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിപ്പാൻ ദൈവം നമ്മെ ഇടയാക്കി തീർക്കും. കാരണം ദൈവദാസന് വളരെ വളരെ വേദനയിലൂടെ കടന്നുപോയെങ്കിലും ഇന്ന് തീർച്ചയായിട്ടും പല വ്യക്തി ജീവിതങ്ങൾക്കും അറിയാം ഞങ്ങൾ ഒരു അത്ഭുത സാക്ഷികളാണ്. അതുകൊണ്ട് അനേകം പേർ എന്ത് ചെയ്യും, ഞങ്ങളുടെ പ്രാർത്ഥന വിഷയം ഞങ്ങളെ വിളിച്ചു പറയാറുണ്ട്. ദൈവദാസന് വിടുവിച്ച ആ ദൈവം തീർച്ചയായിട്ടും അവരോട് പ്രാർത്ഥന വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ, അവർ പ്രാർത്ഥിച്ചാൽ ദൈവം പ്രാർത്ഥന കേൾക്കുമെന്ന് അവർക്ക്, കാരണം അനേകർക്ക് വിശ്വാസമുണ്ട്. അനേക ഹിന്ദുക്കൾ അല്ലെങ്കിൽ അനേക മുസ്ലിംസ് അവരൊക്കെ നമ്മോട് ഓരോ പ്രാർത്ഥന വിഷയം പറയാറുണ്ട്. കാരണം അത് നമ്മൾ അനുഭവം ഇല്ലാത്തതുകൊണ്ടല്ല, ആ ദൈവദാസന്റെ ആ വിടുതൽ, ആ യേശു ക്രിസ്തുവിന്റെ ആ വിടുതൽ അനുഭവിച്ചറിഞ്ഞത് കേട്ടത് കൊണ്ടാണ് അവർ ഞങ്ങളോട് പറയുന്നത്. പക്ഷെ ഇന്ന് ഈ കാരണം ആ ദൈവദാസന്റെ ആക്സിഡന്റ് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞു. എന്നിട്ടും പല വ്യക്തി അന്നത്തെ ആ അനുഭവം അറിഞ്ഞ വ്യക്തി ജീവിതം വർഷങ്ങൾ കഴിഞ്ഞിട്ട് ദൈവം അവരെ തട്ടി ഉണർത്തിയതുപോലെ, അവർ കഷ്ടതയിലായിരുന്ന സമയത്ത് പെട്ടെന്ന് എന്നെ ഓർമ്മ കൊടുത്തിട്ട് അവരെന്നോട് പ്രാർത്ഥന വിഷയം പറയുവാൻ ഇടയായിത്തീർന്നു. ഞങ്ങളോടൊക്കെ പല ടീച്ചേഴ്സും അല്ലെങ്കിൽ പലരും. പക്ഷെ അതുകൊണ്ട് എനിക്ക് പറയുവാൻ കഴിയും, ക്യാൻസറാൽ ഭാരപ്പെടുന്ന പല വ്യക്തി ജീവിതം ഞങ്ങളെ വിളിച്ച് ദൈവം പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ച്. കാരണം ഈ അനുഭവം ഉള്ളത് കൊണ്ടാണ്. കാരണം കർത്തൃദാസനെ വിടുവിച്ച ദൈവം നമ്മെ വിടുവിക്കും. അവർ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കേൾക്കുമെന്ന് അവർക്കും ഒരു വിശ്വാസം ഉള്ളത് കൊണ്ട് മാത്രമാണ് വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നിങ്ങളും ദൈവത്തിൽ വിശ്വസിക്കാം. തീർച്ചയായിട്ടും യേശു ക്രിസ്തു നമ്മെ എല്ലാവരെയും വിടുവിപ്പാൻ ശക്തനാണ്. ഏത് രോഗമായിക്കോട്ടെ, ഏത് പ്രയാസമായിക്കോട്ടെ, ഏത് ഭാരമായിക്കോട്ടെ, ദൈവം തീർച്ചയായിട്ടും വിടുവിക്കും. എന്റെ ജീവിതത്തിൽ ദൈവം ഒത്തിരി 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 അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ശാരീരികമായി വളരെ വളരെ വേദനപ്പെട്ട സമയത്തും ഞാൻ ദൈവത്തോട് അപേക്ഷിക്കും, ദൈവമേ എന്നെ വിടുവിക്കുമാറാകണമേ, എന്റെ ജീവിതത്തെ വലിയ വിടുതൽ അയക്കുമാറാകണമേ എന്ന്. തീർച്ചയായിട്ടും എന്റെ ജീവിതത്തിൽ ഒത്തിരി വിടുതൽ ദൈവം തന്ന് ഇതുവരെ കർത്താവാണ് നിലനിർത്തിയത്. ആ വലിയ കൃപകൾക്ക് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. ആമേൻ ആമേൻ. ഓക്കെ സിസ്റ്ററെ, കർത്താവ് വിടുവിച്ചു, കർത്താവ് നടത്തി. ലാസറിനെ ഉയർത്തിയതുപോലെ, മരണത്തിൽ കടന്നുപോയ ലാസറിനെ ദൈവം ഉയർത്തിയതുപോലെ 90% മസ്തിഷ്ക മരണം സംഭവിച്ച ആ പ്രിയ കർത്താവിൻ്റെ ദാസനെ ദൈവം വിടുവിച്ചു. ഇന്ന് കർത്താവിൻ്റെ വേലയിൽ ദൈവം നിർത്തിയിരിക്കുന്നു. ആ ദേശത്തിനൊരു വലിയ സാക്ഷ്യമാക്കി നിർത്തിയിരിക്കുന്നു. നിങ്ങളിലൂടെ അനേകരെ കർത്താവിനെ കണ്ടുമുട്ടുവാന്, കർത്താവിൻ്റെ നാമം നിങ്ങളിലൂടെ ആ ദേശത്ത് ഉയർത്തപ്പെടുവാന് ദൈവം സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഞങ്ങളോടൊപ്പം നിങ്ങളായിരുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. രണ്ടുപേരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ, ശുശ്രൂഷയൊക്കെ മാനിക്കട്ടെ. ദൈവദാസനൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. കണ്ണടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, എന്നോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ,
ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കം ചെയ്തു, ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ദൈവമേ, ഞങ്ങൾ വിളിച്ചാൽ വിളിക്കേൾക്കുന്ന ദൈവമേ, ഞങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞു ആ സഹായിക്കുന്ന നല്ല ദൈവമേ, ഞങ്ങൾ അങ്ങോട്ട് വിശ്വസ്തരായി തന്നെ തീരുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകം ഞങ്ങൾക്കുള്ള ലോകം കർത്താവ്, ഞങ്ങളായിരിക്കുന്ന ലോകം, ഞങ്ങളായിരിക്കുന്ന ദേശങ്ങൾ കർത്താവ് നശ്വരമായ ലോകമാണ് കർത്താവ്. ഈ ലോകത്ത് ഞങ്ങൾ നശിക്കുവാനല്ല കർത്താവ്, ആത്മരക്ഷ പ്രാപിച്ചുകൊണ്ട് അങ്ങേ സേവിക്കുന്നവരായി തീരുവാൻ, അങ്ങേ സ്വീകരിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നേരായി നടന്നുകൊണ്ട് ദൈവത്തിന്റെ വാഴ്ത്തത്വങ്ങൾ പ്രാപിക്കുക, അനുഗ്രഹങ്ങളും വിടുതലും നന്മകളും പ്രാപിപ്പാൻ ഞങ്ങളെ യോഗ്യത ഉള്ളവരായി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനൊരു അവസരം കർത്താവ് സാക്ഷി പറയും ഈ ഒരു മീഡിയയിൽ കൂടെ കർത്താവ് അവസരം തന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ് ഹല്ലേലൂയ. അതിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഹല്ലേലൂയ. ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, അവിടുന്ന് വിടിവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല ഈ ശബ്ദം കേൾക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റങ്ങളും ഒരു നന്മ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഞങ്ങളുടെ കരെ താഴ്ചയേൽപ്പിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. സ്തോത്രം.